So, good morning to all. Welcome to IGNO Contact Class, BCom third year. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ECO11 Elements of Income Tax. അപ്പോൾ അതിൽ നമുക്ക് 4 ബുക്കുകളുണ്ട്. ബുക്ക് നമ്പർ 1 Fundamentals, ബുക്ക് നമ്പർ 2 Salaries, ബുക്ക് നമ്പർ 3 Other Heads of Income and ബുക്ക് നമ്പർ 4 Assessment of Individuals. അതില് ഫണ്ടമെന്റൽസ് എന്നുള്ള ബുക്കാണ് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എല്ലാവരും ബുക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബുക്സ് എടുക്കുക. ഓക്കെ, ക്ലാസ് തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവണം. പിന്നീട് ബുക്ക് ECO11 നമ്പർ 1 ഫണ്ടമെന്റൽസ് ബുക്ക് കയ്യിലെടുക്കുക. അതുപോലെ തന്നെ പേനയും പേപ്പറും ഉണ്ടായിരിക്കണം. പേനയും ബുക്കും ഉണ്ടായിരിക്കണം. ബുക്ക് വെച്ചാണ് ക്ലാസ് എടുക്കുക. അത് ഒരു 1 way ക്ലാസ് അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സ് നെയിം Elements of Income Tax, ECO11. We can start with the meaning of tax. Can anybody say the meaning of tax? Tax എന്നാൽ എന്താണ്? ആർക്കെങ്കിലും പറയാവോ? Anybody? Answer. So taxes are compulsory contributions imposed by the government on its citizens to meet the expenses of the government. So taxes are compulsory contributions imposed by the government on its citizens to meet the expenses of the government. നികുതി ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ ചുമത്തുന്ന compulsory contribution ആണ് നികുതി എന്നുള്ളത്. And the main purpose of imposing tax is to generate revenue for the government. Okay, so taxes are compulsory contributions imposed by the government on its citizens to generate revenue for the government. Okay, and there are several kinds of taxes imposed by central government, state government, and local authorities. So it is about the income tax. നമ്മൾ പഠിക്കാനുള്ള income tax ആണ്. Income tax is imposed by or levied by or collected by central government. So you got the meaning of taxation: compulsory contributions imposed by the government on its citizens to generate revenue for the government. Then main objectives of taxation. എന്തിനു വേണ്ടിയാണ് taxation? Main objectives of taxation. So the main purpose of taxation is to bring revenue to the government. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന് ആവശ്യമായ റവന്യൂ, വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്ന സ്ഥാപനം ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റിന് ചെലവുകൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫിനാൻസ് കണ്ടെത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നികുതി ചുമത്തുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടാക്സേഷൻ ഈസ് ടു ജനറേറ്റ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. അനദർ ഒബ്ജക്റ്റീവ്: പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ആൻഡ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ആൻഡ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ. അപ്പൊ ടാക്സേഷനിലൂടെ കൂടുതൽ വരുമാനമുള്ള ആള് കൂടുതൽ നികുതി കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ നികുതി ചുമത്തുന്ന വഴി അവരുടെ ഒരു വിഹിതം ഗവൺമെന്റിലേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രിവെന്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് മണി ആൻഡ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ. ഓ സ്വത്ത് അതുപോലെ വരുമാനം കുറച്ചാളുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നത് നിയന്ത്രിക്കുക മറ്റൊരു ലക്ഷ്യം. Then another objective: promote the habit of saving and investment among the people. ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്, സേവിങ് ഹാബിറ്റ് അത് എൻകറേജ് ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സെക്ഷൻ ഓഫ് 80C എന്ന സെക്ഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ. ഈ സെക്ഷൻ പ്രകാരം നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും. അപ്പൊ അതുവഴി കൂടുതൽ നിക്ഷേപങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കും. Another objective: promote the habit of savings and investment among the people. And it speeds of capital formation. കൂടുതൽ നികുതി ചുമത്തുന്ന വഴി
ഗവൺമെന്റിന് കൂടുതൽ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ സാധിക്കുന്നു. അതുവഴി ഇറ്റ് ensures speedy economic development. Okay, economic development സഹായിക്കുക another objective, and it generates more employment opportunities. So taxation generates more employment opportunities, direct as well as indirect. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മറ്റൊരു ഒബ്ജക്റ്റീവ്. Another objective, to ensure balanced regional development by providing tax concessions and exemptions for setting up industries in remote and backward areas. So another objective of taxation, to ensure balanced regional development. ഒരു ഡെവലപ്മെന്റ് പുരോഗതിയിൽ ഒരു സന്തുലനം എൻഷുർ ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വിവിധ ബാക്ക്വേർഡ് ഏരിയകളിൽ സ്ഥാപിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കും നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. അതുവഴി അങ്ങനെ റിമോട്ടായ ഏരിയയിൽ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. Thereby it ensures balanced regional development. So these are the objectives of taxation. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ പറഞ്ഞിരിക്കണം. ഞാൻ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. Objectives of taxation: number 1, generation of revenue for the government. Number 2, prevention of concentration of money and wealth in the hands of few people. Number 3, promote the habit of savings and investment among the people. Number 4, speedy economic development. Number 5, generation of more employment opportunities. And lastly, it ensures balanced regional development. Okay, so these are the objectives of taxation. Okay. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സൂം മീറ്റിംഗ് 40 മിനിറ്റ് ആണ് അതിന്റെ സമയപരിധി. അപ്പൊ 40 മിനിറ്റ് മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പൊ വീണ്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, 40 മിനിറ്റ് ആകുമ്പോൾ മീറ്റിംഗ് എൻഡ് ആവും. അപ്പൊ 2 മണിക്കൂർ നമ്മുടെ ക്ലാസ്. അപ്പൊ 40 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ടാക്സ്, അതിന്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, see, there are 2 kinds of taxes: direct taxes and indirect taxes. What is the meaning of direct taxes? So direct tax means taxes directly paid by the people to the government. It is direct tax. നികുതി കൊടുക്കുന്നയാള് നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുക, അതാണ് ഡയറക്ട് ടാക്സ്. സോ ഇൻകം ടാക്സ് ഈസ് എ ഡയറക്ട് ടാക്സ്. അപ്പോൾ നികുതി ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ആള് അത് നേരിട്ട് ഗവൺമെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഈസ് എ ഡയറക്ട് ടാക്സ്. ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, there is an intermediary between the taxpayer and the government. Intermediary ഉണ്ട്. In the case of indirect tax, there is an intermediary between the taxpayer and the government or tax collecting authority. For example, GST, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ GST ചുമത്തും. GST ചുമത്തി കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുന്നത് ട്രേഡർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആണ്. അത് കൊടുക്കുന്നത് കസ്റ്റമറാണ്. കസ്റ്റമർ നേരിട്ട് ഗവൺമെന്റ് കൊടുക്കുകയല്ല. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ആൻഡ് ദി ട്രേഡർ ഓർ സർവീസ് പ്രൊവൈഡർ മേക്സ് പേയ്മെന്റ് ഓഫ് GST to the government. Okay, GST is an indirect tax. ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ GST. നമുക്ക് ബുക്കിലേക്ക് പോകാം. യു ടേക്ക് പേജ് നമ്പർ, തുടക്കത്തില് ബേസിക് കൺസെപ്റ്റ്, പേജ് നമ്പർ 5. ഓക്കെ, പേജ് നമ്പർ 5. അതില് ടാക്സിന്റെ മീനിങ് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അതിൽ പോയിന്റ് 1-2 ബ്രോഡ് മെക്കാനിസം ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഇൻകം ടാക്സ് in India, അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. I will just mention the brief history, milestones in the taxation procedure in India. The income tax in India, it is introduced by Sir James Wilson in 1860. 1860 ആ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ്
ഭരണാധികാരി സർ ജെയിംസ് വിൽസൺ ആണ് ഇൻകം ടാക്സ് ഇവിടെ നടപ്പിലാക്കിയത്. അതിന്റെ കാരണം 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, വി കോൾ ഇറ്റ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ബ്രിട്ടീഷ് കോൾ ഇറ്റ് സിപ്പോയ് മ്യൂട്ടനി. അപ്പോൾ ഇങ്ങനെ വാർ സിറ്റുവേഷൻസ് എപ്പോഴും ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫൈനാൻഷ്യൽ ബേർഡൻ. ഓക്കെ, അപ്പൊ യുദ്ധം ഉണ്ടാവുമ്പോൾ ഒരു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അതിന് ഏറ്റവും അങ്ങനെയുള്ള സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ മാറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് നികുതി ചുമത്തുക എന്നുള്ളത്. 1957 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിന്റെ ഫൈനാൻഷ്യൽ ബേർഡൻസ് നികത്തുന്നതിന് വേണ്ടിയാണ് 1860 സർ ജെയിംസ് വിൽസൺ ഇൻകം ടാക്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതൊരു ആക്ട്, ഒരു ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് 1886 1886 ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1886. 1986 രണ്ടാമത്തെ പേജിലുണ്ട്. പിന്നീട് 1917 രണ്ടാമത്തെ ആക്ട് വന്നു, സെക്കൻഡ് ഇൻകം ടാക്സ് ആക്ട്. സെക്കൻഡ് ഇൻകം ടാക്സ് ആക്ട് ഇൻ 1917 1917. 1917 ആക്ട് ഒരു ഷോർട്ട് ലിവ്ഡ് ആക്ട് ആണ്. ഇറ്റ് റിമൈൻഡ് ഇൻ ഫോഴ്സ് ഓൺലി ഫോർ 4 years, 4 വർഷം മാത്രം. 1922 അടുത്ത ആക്ട് വന്നു. 1922 ആക്ട് കുറെ കാലം ഇന്ത്യയിൽ നിലവിൽ വന്നു. അത് പിന്നീട് റീപ്ലേസ് ചെയ്യുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് ആണ്, ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് ദ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. ഓക്കെ, ഫോർ ബ്രീഫ് ഹിസ്റ്ററി നിങ്ങൾ ഓർപ്പിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സർ ജെയിംസ് വിൽസൺ ഇൻ ദ ഇയർ 1860. അതിന്റെ ഒരു റീസൺ to meet the financial loss on account of first war of independence. Okay, പിന്നെ ഫസ്റ്റ് ആക്ട് 1886, രണ്ടാമത്തെ ആക്ട് 1917, അടുത്ത ആക്ട് 1922 ആൻഡ് ഇപ്പോൾ നിലവിലുള്ളത് ദ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 as amended up to date. ഓക്കെ, 1961 ആക്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പലതവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു പാരഗ്രാഫില് CBDT, അവിടെ സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്, CBDT, the administration of income tax act 1962 is done by the central board of direct taxes, CBDT. So CBDT is the supreme authority of direct taxes in India. ഓർക്കുക, ഇന്ത്യയിലെ ഡയറക്ട് ടാക്സിന്റെ സുപ്രീം അതോറിറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, CBDT. എല്ലാ ഡയറക്ട് ടാക്സിന്റെയും ഏറ്റവും സുപ്രീം അതോറിറ്റി CBDT ആണ്. And CBDT has the power to frame rules for the implementation of the Income Tax Act. അപ്പോൾ CBDTയുടെ പ്രധാന അധികാരം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുക. ഓക്കെ, അങ്ങനെ ആദ്യമായി നിയമങ്ങൾ നിർമ്മിച്ചത് 1962. ഇറ്റ് ഈസ് കോൾഡ് ഇൻകം ടാക്സ് റൂൾസ് ഓഫ് 1962. അപ്പൊ ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് ലെജിസ്ലേച്ചേഴ്സ് ഇൻ ഇന്ത്യ. Presently, we have Income Tax Act of 1961 and there is Income Tax Rules 1962. ആ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് CBDT ആണ്. അതുകൂടാതെ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം അത് മനസ്സിലാക്കണം. ഫിനാൻസ് ആക്ട് പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാനിവിടെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറ്റ് പ്രസന്റ്സ് ബഡ്ജറ്റ് ഇൻ ദി പാർലമെന്റ് വിച്ച് ഷോസ് ദി എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി കമ്മിങ് ഫൈനാൻഷ്യൽ ഇയർ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റിന്റെ കൂടെ വെക്കുന്ന മറ്റൊരു രേഖയാണ് ഫിനാൻസ് ബിൽ. ഇപ്പൊ ഫിനാൻസ് ബില്ലിൽ ഈ ടാക്സേഷൻ ലോസ്, ഡയറക്ട് ടാക്സ് ലോസിലുള്ള പ്രപ്പോസ്ഡ് അമെൻമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കും. ഫിനാൻസ് ബില്ലിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രപ്പോസ്ഡ് ചേഞ്ചസ് ഇൻ ദി ടാക്സേഷൻ ലോസ്. ഇൻകം ടാക്സ് റേറ്റ് തീരുമാനിക്കുന്നത് ഫിനാൻസ് ആക്ട് ആണ്. ഫിനാൻസ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഫിനാൻസ് ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് ആക്ട് ആണ് ഇറ്റ് ഡിസൈഡ്സ് ദി റേറ്റ് ഓഫ് ടാക്സ് ഫോർ ദി
different assessment years. Assessment ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഫിനാൻസ് ആക്ട് പ്രിസ്ക്രൈബ് ദി റേറ്റ് ഓഫ് ടാക്സ് ഫോർ ദി കമ്മിങ് ഫൈനാൻഷ്യൽ ഇയേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ: ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 as amended up to date, പിന്നീട് ഇൻകം ടാക്സ് റൂൾസ് 1962, then ഫിനാൻസ് ആക്ട്. ഫിനാൻസ് ആക്ട് പ്രിസ്ക്രൈബ് ദി rate of tax for the financial year, and also it proposes the changes in the income tax laws for each year. അതുകൂടാതെ CBDT, Central Board of Direct Taxes, may issue directions, instructions, etc. from time to time. ഈ 4 കാര്യങ്ങളാണ് അത് പീസ് ഓഫ് ലെജിസ്ലേഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇൻകം ടാക്സ് സംബന്ധമായ ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഒന്ന്, ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 as amended up to date. 2, ഇൻകം ടാക്സ് റൂൾസ് 1962. 3, ഫിനാൻസ് ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് എവറി ഇയർ. 4, the directions, instructions, notifications, etc. issued by CBDT from time to time. Okay. ആ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ CBDTയുടെ കാര്യം ഇപ്പോൾ അത് പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. സെക്കൻഡ് വൺ, ഇൻകം ടാക്സ് റൂൾസ് 1962. തേർഡ് വൺ, ഫിനാൻസ് ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് എവറി ഇയർ. ഫോർത്ത് വൺ, the notifications, instructions and directions issued by CBDT from time to time. Okay, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? Anybody please respond. Can you hear me? Can you follow me? ആരെന്ന് പറഞ്ഞ രമ്യ ബി, ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് രമ്യ. രമ്യ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞാലും ഞാൻ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് പേജില് നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. സ്കീം ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അത് ആവശ്യമില്ല. ഇൻകം ടാക്സ് ആക്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇൻകം ടാക്സ് ഈസ് ദി ടാക്സ് ഓൺ ഇൻകം levied on every person. What is income tax? It is a tax on annual income levied on every person having income exceeding the certain limits. ഇൻകം ടാക്സിന്റെ മേലെ ചുമത്തുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ്. അത് ആനുവൽ ടാക്സ് ആണ്. ഒരു വർഷത്തില് ഇൻകത്തിന് മേലെയാണ് ടാക്സ് കൊടുക്കുന്നത്. ആനുവൽ ടാക്സ് ഉണ്ട്, മന്ത്ലി ടാക്സ് ഒക്കെ ഉണ്ടല്ലോ. GST ഒക്കെ മന്ത്ലി ആണ് റിട്ടേൺ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് ഇസ് ആനുവൽ ടാക്സ്. The incomes are broadly divided into 5 categories. They are called heads of income. നമ്മൾ പേജ് നമ്പർ 7 ഏറ്റവും മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഹെഡ്സ് ഓഫ് ഇൻകം. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. They are called heads of income. The heads of income are: first one, income from salaries. Number 2, income from house property. Number 3, profits and gains of business or profession. Number 4, capital gains. Number 5, income from other sources. അവിടെ പേജ് നമ്പർ 7 ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ടാക്സ് പഠിക്കുന്ന ഏത് കുട്ടികളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അത് 5 ഹെഡ് ഉണ്ട്. അത് 5 ഈ ഓർഡർ തന്നെ അത് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ഇൻകം ഫ്രം സാലറീസ്. 2, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. 3, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. 4, ക്യാപിറ്റൽ ഗെയിൻസ്. 5, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് ശരിക്ക് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നത്. സോ ഇൻകം ഫ്രം സാലറി നിങ്ങൾക്ക് അറിയാം. സാലറി ഇസ് ദി റെമ്യൂണറേഷൻ പേയബിൾ ടു എവറി കൈൻഡ് ഓഫ് എംപ്ലോയി. അതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് ഇൻകം ഫ്രം സാലറി. രണ്ടാമത്തെ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അത് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അതിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. മൂന്നാമത്തെ ബിസിനസ് ഇൻകം ആണ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നാലാമത്തെ ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ അസറ്റുകൾ വിറ്റ് കിട്ടുമ്പോഴുണ്ടാകുന്ന ലാഭം നഷ്ടം, അതിന്റെ നികുതി കണക്കാക്കുന്ന അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് കണക്കാക്കുന്ന രീതിയാണ് നാലാമത്തെ ഹെഡ്. അഞ്ചാമത്തെ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്, റെസിഡ്യൂറി ഹെഡ്. ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും, അത് 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താത്ത ഐറ്റംസ് ഒക്കെ ഉള്ള ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ,
അപ്പോൾ ഹെഡ്സ് ഓഫ് ഇൻകം മനസ്സിലാക്കുക. പിന്നെ അടുത്ത 1.3 കൺസെപ്റ്റ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വലി ദി ഇൻകം, ദി കൺസെപ്റ്റ് ഓഫ് ഇൻകം, ദ ടേം ഇൻകം ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി ഇൻകം ടാക്സ് ആക്ട്. ഇസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. പകരം അതിന്റെ ലോങ് ലിസ്റ്റ്, ഇൻകം ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ഓഫ് ഇൻകം ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട് അവിടെ. പ്രോഫിറ്റ്സ്, ഡിവിഡൻഡ്, ഇൻകം ഫ്രം വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു 24-25 ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് അങ്ങനെ തന്നെ പഠിക്കൽ പ്രയാസമായിരിക്കും. അത് മുഴുവൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചില ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. യു ക്യാൻ സ്കിപ്പ് ഇറ്റ് നൗ. കൺസെപ്റ്റ് ഓഫ് ഇൻകം, it is not defined, but the Income Tax Act gives the list of income. Okay. ചില ഏരിയസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, പ്രധാനപ്പെട്ട മാത്രമേ പറയുകയുള്ളൂ. ഓക്കെ. ഇനി പേജ് നമ്പർ 9 ദി ഡെഫിനിഷൻ ഓഫ് സർട്ടൻ ടേംസ് പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഞാൻ തുടങ്ങുന്നത് ഡെഫിനിഷൻ ഓഫ് അസസ്സി വെച്ചിട്ടാണ്. സെക്ഷൻ 2.7 അതിൽ പോയിന്റ് 1.5 സെക്ഷൻ 2.7 ഡിഫൈൻസ് അസസ്സി. അസസ്സി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നികുതി കൊടുക്കുന്നയാൾ എന്ന് പറയാം, നികുതി കൊടുക്കാൻ ബാധ്യതയുള്ള ആൾ എന്ന് പറയാം മലയാളത്തിൽ. സോ ദ മീനിങ് ഓഫ് ദി ടേം അസസ്സി ആൻഡ് ഡെഫിനിഷൻ, അസസ്സി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുക. അസസ്സി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം any tax or any other sum is payable under this act. ഇവിടെ any person by whom tax അല്ലെങ്കിൽ മറ്റ് എമൗണ്ടുകൾ, ടാക്സോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും എമൗണ്ടോ കൊടുക്കാൻ ബാധ്യതയുള്ള ആൾ. ഇവിടെ ടാക്സ് മീൻസ് ടാക്സ്, ഇൻകം ടാക്സ്. ആൻഡ് any other sum means it may be a fine, penalty, interest, etc. ടാക്സോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും എമൗണ്ടുകളോ കൊടുക്കാൻ ബാധ്യതയുള്ള ആളാണ് അസസ്സി എന്ന് പറയുന്നത്. ഓക്കെ. സോ ടേം അസസ്സി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് ഓർ any other sum of money is payable under this act. And the term അസസ്സി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അവിടെ 5 കാറ്റഗറി പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദി ടേം അസസ്സി ഇൻക്ലൂഡ്സ് ഒരു പേഴ്സൺ in respect of whom proceedings have been started for the assessment of his income. So every person in respect of him in proceedings started for the assessment of his income. അതുപോലെ തന്നെ ഒരു പേഴ്സൺ who is assessable in respect of income of another person. മറ്റ് വ്യക്തികളുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ആളെന്ന് അർത്ഥം. അടുത്തത് മൂന്നാമത്തത് ഒരു പേഴ്സൺ ടു ഹൂം എ റീഫണ്ട് ഓഫ് ടാക്സ് ഇസ് ഡ്യൂ. റീഫണ്ട് ഓഫ് ടാക്സ്, എക്സസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ടാക്സ് റീഫണ്ട് ചെയ്യും, അങ്ങനെ റീഫണ്ടിന് അർഹതയുള്ള ആൾ. 4 ഒരു പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി an assessee under this act. So deemed assessee means a representative assessee, a person responsible for payment of tax on others' income. അതാണ് deemed assessee. Lastly, every person who is deemed to be an assessee in default under any provisions of this act. Assessee in default എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ വീഴ്ച വരുത്തുന്നയാൾ അസസ്സി ഇൻ ഡിഫാൾട്ട്. അപ്പൊ ഇവരൊക്കെ അസസ്സിയാണ്. ആരൊക്കെയാണ് അസസ്സി? every person in respect of whom proceedings have been taken for the assessment of his income. And number 2, every person who is assessable in respect of income of another person. മറ്റ് വ്യക്തികളുടെ ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ആൾ. 3, every person who is eligible for refund of tax. refund of tax ന് അർഹതയുള്ള ആള്. 4, every person who is deemed to be an assessee under this act. deemed assessee അല്ലെങ്കിൽ representative assessee. രണ്ടാമത്തെ പോയിന്റും 4ാമത്തെ പോയിന്റും ഏകദേശം സെയിം തന്നെയാണ്, ഡീംഡ് അസസ്സി. ലാസ്റ്റ്ലി an assessee in default. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നയാൾ. ഇവരൊക്കെ അസസ്സിയാണ്. ഇനി who is an assessee in default എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. an assessee in default വീഴ്ച വരുത്തുന്ന ആൾ ആരാണ്? assessee in default means who is liable to deduct tax resource does not do so.
who is an assessee in default? So assessee in default എന്ന് പറയുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ who makes default in respect of any provisions regarding Income Tax Act. Income Tax Act പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നയാളാണ് assessee in default. അതിന്റെ ചില എക്സാമ്പിൾസ്, ഒന്ന്, a person who is liable to deduct tax at source but does not do so. ഇപ്പൊ TDS നിങ്ങൾ കേട്ട് കാണും, TDS, ടാക്സ് ഡിഡക്ട് അറ്റ് സോഴ്സ്. ചില പേയ്മെന്റുകൾ നടത്തുമ്പോൾ ഇൻകം ടാക്സ് കുറച്ച് ബാക്കിയുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ പിടിക്കുന്ന എമൗണ്ടിനാണ് ഇറ്റ് ഈസ് കോൾഡ് ടാക്സ് ഡിഡക്ട് അറ്റ് സോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് പേയ്മെന്റ് ഓഫ് സാലറി, എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ടാക്സ് കുറച്ച് ബാക്കി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. This is the duty of the employer to deduct tax at source. അങ്ങനെ എംപ്ലോയർ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നില്ല എങ്കിൽ he is an assessee in default. അപ്പോൾ TDS പിടിക്കാൻ ബാധ്യതയുള്ള ആള് അത് പിടിക്കാതെ മുഴുവൻ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ he is an assessee in default. ഓക്കെ. അതുപോലെ തന്നെ who deducts tax due but does not pay to the government. അങ്ങനെ പിടിച്ച ടാക്സ് അത് ഗവൺമെന്റിലേക്ക് അടക്കണം. അങ്ങനെ അടക്കുന്നില്ല എങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്തു but it is not paid to the government, he is an assessee in default. അതുപോലെ തന്നെ an assessee who fails to a person who fails to pay installment of advance tax in time. So ചില കേസുകളിൽ ടാക്സ്, ഇൻകം ടാക്സ് അഡ്വാൻസ് കൊടുക്കണം. ഇറ്റ് ഈസ് കോൾഡ് ദ പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ അഡ്വാൻസ്. പേയ്മെന്റ് ഓഫ് ടാക്സ് ഇൻ അഡ്വാൻസിന് കൊടുക്കാൻ ബാധ്യതയുള്ള ആൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ he is an assessee in default. He is an assessee in default. So you got the meaning of assessee and assessee in default. Assessee means a person by whom tax or any other sum of money is payable, and different categories of assessee ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ assessee in default, a person makes default in respect of any provisions of Income Tax Act. Okay, and examples ഇവിടെ പറഞ്ഞിട്ടുണ്ട്. So you got the meaning of assessee? Okay ആണോ? Yes sir. Okay. ഇനി അസസിയുടെ മീനിങ് നമ്മൾ പറഞ്ഞു, എ പേഴ്സൺ എന്നാണ്. അസസി മീൻസ് എ പേഴ്സൺ. അതുകൊണ്ട് തന്നെ പേഴ്സൺ ആരാണ് നമുക്ക് അറിയണം. ആദ്യം അസസി പറയാൻ അതാണ് കാരണം. അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് മീനിങ് ഓഫ് പേഴ്സൺ? സോ പേഴ്സൺ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ വ്യക്തികൾ എന്നാണ് പറയുക. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇറ്റ് ഇസ് എ ബ്രോഡ് മീനിങ്. ദ പേഴ്സൺ ഇൻക്ലൂഡ്സ് സെക്ഷൻ 231 ആണ് അതിന് മുകളിൽ an individual. ഇൻഡിവിജ്വൽ ആകാം, എ ചീഫ്, ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലി, എ ജോയിന്റ് ഹിന്ദു ഫാമിലി ആകാം, എ കമ്പനി, a joint stock company ആകാം, a firm, a partnership firm ആകാം, an association of person or body of individual, AOP or BOI. So association of person or body of individuals പറയുമ്പോൾ they are association of persons formed to carry on certain business but not a company or a firm. ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയിട്ട് രൂപീകരിച്ച ഒരു വ്യക്തികളുടെ കൂട്ടായ്മ, അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. Association of persons എന്ന് പറയുമ്പോൾ an AOP in which individuals and both non-individuals can become members. ഒരു AOP-യിൽ ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ നോൺ ഇൻഡിവിജ്വൽസ്, മറ്റ് സ്ഥാപനങ്ങൾ, പാർട്ണർഷിപ്പ് ഫേം, കമ്പനി, അതിനൊക്കെ മെമ്പർ ആകാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, BOI, only individuals can become members. Okay, an AOP or BOI. An example പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ലോക്കൽ അതോറിറ്റി വരുമ്പോൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്, കോർപ്പറേഷൻ, എക്സെട്ര. Every other artificial judicial person not falling within any of the categories mentioned above. ഈ 6 എണ്ണത്തിലും ഉൾപ്പെടാത്ത മറ്റ് AJP എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. അപ്പോൾ ഇതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് എഴുതുക: ഇൻഡിവിജ്വൽ, HEF, കമ്പനി, ഫേം, AOP or BOI, ലോക്കൽ അതോറിറ്റി ആൻഡ് എവരി അതർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. 7 ഐറ്റം ഉണ്ട്, ഓർക്കുക. Okay, is it clear? Yes sir. Okay, now അടുത്ത ഒരു കൺസെപ്റ്റ്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, PAN number. It simply is the identification number issued to every assessee by the Income Tax Department. So Income Tax Department വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഓരോ സ്ഥാപനം അറിയപ്പെടുന്നത്, ഓരോ പേഴ്സൺ അറിയപ്പെടുന്നത് in the name of എന്താ പറയുക, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. So it is alphanumeric number which is issued to every assessee on its records. So it is a alphanumeric
ആണ് ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറിക്. ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറിക് എന്താണ് ന്യൂമറൽസ് ഉണ്ടാവും. 10 ഡിജിറ്റ് ആണ്, 10 ഡിജിറ്റ്സ്, 10 ഡിജിറ്റ് ഉണ്ടാവും. അതിൽ ആൽഫബറ്റ്സും വരും, അതുപോലെ തന്നെ ന്യൂമറൽസ് വരും. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. സോ പെർമനന്റ് അക്കൗണ്ട് നമ്പർ യു സ്റ്റഡി ഫോർ 1 മാർക്ക്. ഓക്കെ, permanent account number, identification number issued to every SSC. It is a 10 digits alphanumeric number. Okay. Then another concept, assessment year, അതുപോലെ തന്നെ previous year, important concepts. Assessment year means a period of 12 months starting from 1st April and ending on 31st March of the next year. Assessment year means a period of 12 months starting from 1st April of every year and ending on 31st March of next year. And assessment year is the year in which assessment takes place. Assessment year is the year in which assessment takes place. And what is the meaning of assessment? Assessment means computation of total income and determining tax liability by the income tax department. ഈ പറഞ്ഞ അസസ്മെന്റ് അത് അസസ്സിക്ക് നടത്താം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്താം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു അസസ്സിയുടെ ഇൻകം തീരുമാനിക്കുന്നു, ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന വർഷമാണ് അസസ്മെന്റ് ഇയർ. Assessment year is the year in which assessment takes place. Assessment by the income tax department. Okay. And what is the current assessment year? What is the current assessment year? Anybody say? ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ ഏതാണ്? ഇന്ന് ഏപ്രിൽ 10 അല്ലേ? ഏപ്രിൽ 10 അല്ലേ? 10. അപ്പൊ ഏപ്രിൽ 10 എന്ന് പറയുമ്പോൾ what is the current assessment year? 2021, 22. ഓക്കെ, 2021. 2021 ഏപ്രിൽ 1 മുതൽ 2022 മാർച്ച് 30 വരെയുള്ള 12 മാസമാണ് അസസ്മെന്റ് ഇയർ. ഓക്കെ, ശരി. ഇനി ഇതിന്റെയുമായി ബന്ധപ്പെട്ട് അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഴയ ഡേറ്റ ഉണ്ടാവുക. ഇത് പഴയ ടെക്സ്റ്റ് ആണ്. ഇൻകം ടാക്സിന് ശരിക്ക് ഓരോ അസസ്മെന്റ് ഇയറിന് ഓരോ ടെക്സ്റ്റ് ആണ് ഉണ്ടാവുക. അത് ഇങ്ങനെ മാത്രമാണ് അങ്ങനെ പരിഷ്കരിക്കാത്തത്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പഠനം എന്ന് പറയുന്നത് ഓരോ വർഷത്തിനും ഓരോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അസസ്മെന്റ് ഇയർ മാറുമ്പോൾ ഇൻകം ടാക്സിന്റെ പല പ്രൊവിഷൻസും മാറും. അപ്പൊ നിങ്ങൾ ഇൻകം ടാക്സ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് കൂടി റെഫർ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് കൺസെപ്റ്റ് പ്രീവിയസ് ഇയർ, സെക്ഷൻ 3. പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് ദ അസസ്മെന്റ്. ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് ദി അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് പുറകിലുള്ള സാമ്പത്തിക വർഷം, അതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. കറന്റ് അസസ്മെന്റ് ഇയർ 2021-22 and the relevant previous year is 2020-21. ഓക്കെ. അപ്പോൾ കറന്റ് അസസ്മെന്റ് ഇയർ 2021-22 ആണ്. അതിന് തൊട്ട് പുറകിലുള്ള സാമ്പത്തിക വർഷം 2020-21, അതാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ അസസ്മെന്റ് ആണ് അസസ്മെന്റ് ഇയറിൽ നടത്തപ്പെടുന്നത്. ആ ബന്ധം, ആ റിലേഷൻ മനസ്സിലാക്കുക. ദി അസസ്മെന്റ് ഓഫ് ഇൻകം ഏൺഡ് during the previous year is made during the assessment year. 2020-21 വർഷത്തിൽ ഏൺ ചെയ്ത ഇൻകത്തിന്റെ അസസ്മെന്റ് ആണ് 2021-22 വർഷത്തിൽ നടക്കേണ്ടത്. ഓക്കെ. അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രീസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ആണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയാം. പിന്നെ പ്രീവിയസ് ഇയർ ഫോർ എവരി സോഴ്സ് ഓഫ് ഇൻകം അതൊക്കെ സ്കിപ്പ് ചെയ്യാം. സെപ്പറേറ്റ് അക്കൗണ്ട് അത് സ്കിപ്പ് ചെയ്യാം. അതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ഫോർ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് പ്രൊഫഷൻ, അത് ശ്രദ്ധിക്കണം. പ്രീവിയസ് ഇയർ ഫോർ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് പ്രൊഫഷൻ. പ്രീവിയസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഈ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് അസസ്മെന്റ്. അപ്പം 12 മാസം ഉണ്ടാവും അല്ലേ? ഫിനാൻഷ്യൽ മീൻസ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇയർ? ഏപ്രിൽ ടു മാർച്ച് 12 months ആണ്. അപ്പോൾ ഏപ്രിൽ ടു മാർച്ച് ആകുമ്പോൾ 12 മാസം ഉണ്ടാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് പ്രൊഫഷൻ, പുതുതായിട്ട് തുടങ്ങിയ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, അതിന്റെ കേസിൽ ഈ 12 മാസം ഉണ്ടാകണമെന്നില്ല. In the case of newly started business profession, the first previous year consists of the date of starting of such a business profession and will end on next 31st March. Okay. ഒരു പുതുതായിട്ട് സ്ഥാപിച്ച ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആകുമ്പോൾ അതിന്റെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ 12 മാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിന്റെ ഫസ്റ്റ് പ്രീവിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് ആൻഡ് ends on next 31st March. For example, suppose that a business started on 1st January 2020, 2021 ആയിക്കോട്ടെ.
first previous year started on the date January 1st, 2021. What is the first previous year? Anybody say the answer? ഒരു ബിസിനസ് ആദ്യമായിട്ട് ആരംഭിച്ചത് 2021 ജനുവരി 1-നാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രീവിയസ് ഇയർ ഏതാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. Sir, അതിന് ആ ബിസിനസ്സിന് അപ്പൊ പ്രീവിയസ് ഇയർ ഉണ്ടാവില്ലല്ലോ സർ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ ബിസിനസ്? അപ്പൊ അതിന് പ്രീവിയസ് ഇയർ ഉണ്ട്. ഫസ്റ്റ് പ്രീവിയസ് എന്ന് പറയുന്നത് ഒരു 12 മാസത്തിൽ കുറഞ്ഞ സമയമാണ്. അതായത് 2021 ജനുവരി 1 മുതൽ 2021 മാർച്ച് 31 വരെ. ഓൺലി 3 months. സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഡേറ്റ് മുതൽ അടുത്ത 31 മാർച്ച് വരെ. അവിടെ 12 മാസം കിട്ടുന്നില്ല. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡിസംബർ 15-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 15 2020 മുതൽ 2021 മാർച്ച് 31 വരെ. സോ ഫസ്റ്റ് പ്രീവിയസ് ഇയർ മേ ബി എ പീരീഡ് ഓഫ് ലെസ് ദാൻ 12 months. 12 months തന്നെ വേണമെങ്കിൽ അത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ മീൻസ് എന്താണ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഫൈനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ പീരീഡ് ഇറ്റ് മേ ബി ലെസ് ദാൻ 12 months. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഓഫ് ന്യൂ സോഴ്സ് ഓഫ് ഇൻകം. ന്യൂ സോഴ്സ് ഓഫ് ഇൻകം, ഒരാൾ ജോലി പ്രവേശിക്കുന്നത്, എനിക്ക് ഒരാൾ ജോലി കിട്ടുന്നത് ഒരു 2020 ഡിസംബർ 15-നാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രീവിയസ് എത്രയാണ്? 2020 ഡിസംബർ 15-നാണ് ഒരാൾക്ക് ജോലി കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രീവിയസ് എന്ന് പറയുന്നത് 2020 ഡിസംബർ 15 മുതൽ 2021 മാർച്ച് 31 വരെ. ഓൺലി 3.5 months. ന്യൂ സോഴ്സ് ഓഫ് ഇൻകം. അപ്പൊ ന്യൂ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ന്യൂ ബിസിനസിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പ്രീവിയസ് ഇയർ മേ ബി എ പീരീഡ് ഓഫ് ലെസ് ദാൻ 12 months. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി date of starting such a business or the source of income comes into existence and will end on next 31st March. Okay. ആ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പ്രീവിയസിന്റെ കാര്യത്തിൽ അതിന്റെ മീനിങ്, പിന്നെ പ്രീവിയസ് ഇൻ ദ കേസ് ഓഫ് ന്യൂ ബിസിനസ്, അതുപോലെ തന്നെ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം. ഓക്കെ. മറ്റൊരു കാര്യം, ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഡ്യൂറിംഗ് ദ സെയിം ഇയർ. പോയിന്റ് 19 നോക്കുക. 1.9 സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രീവിയസ് ഇയർ. അപ്പൊ ഇപ്പോഴേ ചിലപ്പോ മീറ്റിംഗ് എൻഡ് ആവും. പറഞ്ഞ് 40 ആകാറായി. അപ്പൊ നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യുക ഇതേ ലിങ്കിൽ. ഓക്കെ. ഇനി ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ പ്രീവിയസ് ഇയർ മീൻസ് പ്രീവിയസ് ഇയർ അസസ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് അസസ്മെന്റ് ഇയറിൽ അസസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില കേസുകളിൽ ഇൻകം ഓഫ് ദി ഇയർ ഈസ് അസസ്ഡ് ടു ടാക്സ് ഡ്യൂറിംഗ് ദ സെയിം ഇയർ. ദ ഇൻകം ഓഫ് എൻ ഇയർ ഈസ് അസസ്ഡ് ടു ടാക്സ് ഇൻ ദ സെയിം ഇയർ. അല്ലെങ്കിൽ അസസ്മെന്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. ഇറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അവിടെ ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 19 taxation of previous year's income during the same year. Or back accelerated assessment. That means income earned in a year, the assessment of which is completed in the same year itself. Income earned ചെയ്ത വർഷത്തിൽ തന്നെ അസസ്മെന്റ് പൂർത്തിയാക്കിയാണെങ്കിൽ it is called accelerated assessment. ഏതൊക്കെയാണ് ഇതിന്റെ കേസുകൾ എന്നുള്ളത് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്. 2, income of persons living in India. 3, income of an AOP or BOI. 4, income of persons trying to alienate their assets. 5, income of discounting business അല്ല, income of discontinued business. 5 പോയിന്റ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. ഒന്ന്, ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്. റെസിഡന്റ് സ്റ്റാറ്റസ് ഇതൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യമാണ്. നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി, അതിന്റെ ഇൻകം എന്താണ്? നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനിയുടെ ബിസിനസ് ഇൻകം അത് ഏൺ ചെയ്യുന്ന വർഷത്തിൽ തന്നെ അസസ്മെന്റ് പൂർത്തിയാക്കപ്പെടുന്നു. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. 1 second. അതുപോലെ തന്നെ ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ. ഇൻകം ഓഫ് ഇന്ത്യ വിടുന്ന ഒരാളുടെ ഇൻകം. ഒരു പെർട്ടിക്കുലർ ഇയറിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വിത്ത് നോ ഇന്റൻഷൻ റിട്ടേൺ ഡ്യൂറിംഗ് ദ സെയിം ഇയർ. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആ വർഷം തിരിച്ചു വരാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി അല്ല തിരിച്ചു പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ വർഷത്തെ ഇൻകം, ആ കാലയളവിലെ ഇൻകം, ആ പീരീഡിലെ ഇൻകം ഇറ്റ് ഈസ് അസസ്ഡ് ടു ടാക്സ് ഡ്യൂറിംഗ് ദി സെയിം പ്രീവിയസ് ഇയർ. അതുപോലെ തന്നെ ഇൻകം ഓഫ് എൻ AOP or BOI
formed for a particular purpose. Income of NAOP or BOI for a particular purpose. ഒരു AOP അല്ലെങ്കിൽ BOI രൂപീകരിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഉദ്ദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ such income is assessed to tax in the same previous year. അതുപോലെ തന്നെ income of persons trying to alienate their assets. So the alienate assets means actually transfer of assets. So transferring of assets with an intention to avoid tax. ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ അവരുടെ പ്രോപ്പർട്ടികൾ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ടു അവോയ്ഡ് ടാക്സ്. ഒരു പ്രോപ്പർട്ടിയുടെ ഓണറാണ് അതിന് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ദി യൂഷ്വൽ റൂൾ. ഒരു പ്രോപ്പർട്ടിയുടെ ഓണറാണ് അതിൽ നിന്നുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത്. ചില അവസരങ്ങളിൽ ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ടു അവോയ്ഡ് ടാക്സ്, such income will be taxed or assessment will be completed in the same previous year. അപ്പോ ടാക്സ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം ഇറ്റ് വിൽ ബി അസസ്ഡ് ടു ടാക്സ് ഇൻ ദ സെയിം പ്രീവിയസ് ഇയർ. നാലാമത്തെ പോയിന്റ് അവിടെ തെറ്റാണത്. ഇൻകം ഓഫ് ഡിസ്കൗണ്ടിങ് ബിസിനസ് അല്ല, ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. കറക്റ്റ് ചെയ്യുക. ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഒരു ബിസിനസ് ഒരു വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് നിർത്തിപ്പോവുകയാണെങ്കിൽ ആ നിർത്തി പോകുന്ന ഡേറ്റ് വരെയുള്ള ഇൻകം അതേ വർഷം തന്നെ അസസ് ചെയ്യപ്പെടും. ഓക്കെ, so these are the exceptions to the rule that income of a previous year is assessed to tax in this next financial year or assessment year. ഇത് exceptions ആണ്. എന്തൊക്കെയാണ്? ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, ഇൻകം ഓഫ് പേഴ്സൺസ് ലിവിംഗ് in India, income of NAOP or BOI formed for a particular purpose, income of persons trying to alienate their assets. That means a transfer of assets to avoid tax. Transfer of assets to avoid tax. അതിന്റെ മീനിങ് എഴുതി വെക്കുക. Transfer of assets to avoid tax. Lastly, income of discontinued business. Okay. ഈ പറഞ്ഞ കാര്യം അത് സംശയമുണ്ട് ചോദിച്ചോളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ സംശയം ചോദിക്കുക. Okay, can I go further? ഒന്നുമില്ല. അടുത്ത ഐറ്റം നോക്കാം. 1.10 കൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ഇൻകം. ഇൻകം ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ടോട്ടൽ ഇൻകം. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ മേലെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ what is the meaning of total income എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനു മുമ്പ് the concept of GTI, gross total income എന്നുള്ളത് മനസ്സിലാക്കണം. So what are the different heads of income? ഏതൊക്കെയാണ് heads of income? Income from salaries, income from host operative, business income, capital gains and income from other sources. ഈ 5 head wise income കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ എടുക്കുക. This is called gross total income. So GTI means the aggregate of income computed under different heads of income. അതാണ് GTI. അത് കൃത്യമായ ഒരു മീനിങ് അല്ല, പിന്നീട് പറയാം. And after computing GTI, certain deductions can be made under section 80C to 80U. Income tax ആക്ടിൽ ചാപ്റ്റർ 6A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അതിൽ it contains a deduction from gross total income, GTI, and the gross total income reduced by deductions allowed under section 80C to 80U. This is called total income. Okay, so GTI-യിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഡിഡക്ഷൻസ് കുറച്ചാൽ ബാക്കിയുള്ളതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്, GTI ആൻഡ് ടോട്ടൽ ഇൻകം. ഓക്കെ, അടുത്ത അക്കൗണ്ടിങ് മെത്തേഡ് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ഓൾമോസ്റ്റ് ഓവർ.
അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Can I move to next area? Okay. Basic concept 2, page number 17 onwards. എടുത്തേ. ഇതിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ഇൻകം എന്നുള്ളൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ആൻഡ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അഗ്രികൾച്ചർ ഇൻകം പറഞ്ഞാൽ എന്താണ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് മാത്രം കാര്യം ശ്രദ്ധിക്കുക. സോ agriculture income is exempt from income tax. അതാദ്യം മനസ്സിലാക്കുക. It is an exempted income. So what is the meaning of exempted income? Exempted income means an income which is not included in the total income and therefore no tax is payable. So total income ഉൾപ്പെടുത്തേണ്ടാത്ത ഇൻകം ആണ്, അതുകൊണ്ട് തന്നെ അതിന് ടാക്സ് കൊടുക്കേണ്ട അങ്ങനെയുള്ള ഇൻകം ആണ് exempted income. And one of the main categories of exempted income is agricultural income. Okay. And what is the meaning of agricultural income? അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? So അടുത്ത പേജ് നമ്പർ 18, definition of agriculture income. Section 2, subsection 1. Any rent or revenue derived from lands which is situated in India and used for agriculture purpose. So what is the meaning of agriculture? അത് അണ്ടർലൈൻ ചെയ്യുക. Section 2(1) means any rent or revenue derived from land which is situated in India and is used for agricultural purpose. And as per this definition, agriculture income includes the following. An income to be called agricultural income, 3 conditions to be satisfied. Number 1, the income in the form of rent or revenue is derived from land. The land നിന്ന് വരുന്നതായിരിക്കണം. Then land is situated in India. Land ഇന്ത്യയിലായിരിക്കണം. അതുപോലെ തന്നെ land is used for agriculture purpose. So these are the 3 tests for agriculture income. ഒരു ഇൻകം അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയണമെങ്കിൽ ഈ 3 ടെസ്റ്റുകൾ പാസ്സാകണം. ഒന്ന്, it is derived from land. The land is situated in India and land is used for agriculture purpose. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ it can be called agricultural income. Okay. ബാക്കി ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം. എന്തൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകത്തിൽ വരുന്നത്? 5 കാറ്റഗറി ഉണ്ട് അവിടെ. ഒന്ന്, എനി റെന്റ് ഓർ റവന്യൂ ഫ്രം ലാൻഡ്. സോ റെന്റ് എന്ന് പറയുമ്പോൾ ഭൂമി പാട്ടത്തിന് കൊടുക്കുക, കൃഷിഭൂമി പാട്ടത്തിന് കൊടുത്താൽ കിട്ടുന്ന വാടക, അതാണ് റെന്റ്. റവന്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, റിന്യൂവൽ ഫീസ് ഒക്കെ വരാം. ഭൂമി പാട്ടത്തിന് കൊടുത്തു, പിന്നീട് റിന്യൂവൽ പാട്ടക്കരാർ റിന്യൂ ചെയ്തു, അതിന്റെ ഫീസ്. സോ റെന്റ് ഓർ റവന്യൂ ഫ്രം ലാൻഡ് കൃഷിഭൂമിയാണ്, കൃഷിഭൂമി പാട്ടത്തിന് കൊടുത്താൽ മാത്രം. അതുപോലെ ഇൻകം ഡെറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ മുഖേന കിട്ടുന്ന ഇൻകം. Then number 3, in income derived from marketing process performed by cultivator or receiver of rent in kind. So marketing process, അതിന്റെ ഒരു മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോസസ്, അതാണ് മാർക്കറ്റിംഗ് പ്രോസസ് പറയുന്നത്. 4മത്തേത്, ഇൻകം ഡെറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് പ്രോഡക്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഇൻകം ഡെറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. ആൻഡ് ലാസ്റ്റ്ലി, ഇൻകം ഫ്രം ഫാം ബിൽഡിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ബിൽഡിംഗ്. എന്നല്ല പറയുക, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി ഓർ ഫാം ബിൽഡിംഗ്. ഈ 5 കാറ്റഗറിയാണ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം? അതിന്റെ ടെസ്റ്റ് 3 ടെസ്റ്റ്, പിന്നെ ഈ 5 കൈൻഡ്, അത് പഠിച്ചാൽ മതി. റെന്റ് ഓർ റവന്യൂ ഫ്രം ലാൻഡ്, ഇൻകം ഡെറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ, ഇൻകം ഡെറൈവ്ഡ് ഫ്രം മാർക്കറ്റിംഗ് പ്രോസസ്, income derived from the sale of products, and income from farm building അല്ലെങ്കിൽ agriculture house property. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി അഗ്രികൾച്ചർ ഇൻകത്തിൽ. ഓക്കെ.
ഇവിടെ പേജ് നമ്പർ 20 following incomes though not connected with land are not agriculture എന്ന് പറഞ്ഞിട്ട് കുറെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറുമായി എന്താണ് ലാൻഡുമായി ബന്ധപ്പെട്ട് ഇൻകം ആണെങ്കിൽ പോലും അഗ്രികൾച്ചർ ഇൻകം അല്ല. ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് റിസൾട്ടിങ് ഫ്രം വൈൽഡ് ഗ്രോസ്. നാലാമത്തെ ഐറ്റം ഫോറസ്റ്റ് പ്രൊഡ്യൂസ് റിസൾട്ടിങ് ഫ്രം വൈൽഡ് ഗ്രോസ്. ഒരു വനസമ്പത്താവുമ്പോൾ അവിടെ അഗ്രികൾച്ചർ ഓപ്പറേഷൻ ഇല്ല. ഇറ്റ് ഗ്രോസ് സ്പോണ്ടേനിയസ്ലി. മനസ്സിലായില്ലേ? അവിടെ അഗ്രികൾച്ചർ ഇല്ല അവിടെ. അതുപോലെ ഫിഷറീസ്, അങ്ങനെയുള്ള ചില ഐറ്റംസ് ഈവൻ ദോ റിലേറ്റഡ് ടു ലാൻഡ് ദേ ആർ നോട്ട് അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം അത്ര മതി. പിന്നീട് കൺസെപ്റ്റ് ഓഫ് കാഷ്വൽ ഇൻകം പേജ് നമ്പർ 23 അതെടുത്ത്. കൺസെപ്റ്റ് ഓഫ് കാഷ്വൽ ഇൻകം പേജ് നമ്പർ 23. കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ റവന്യൂ റെസീറ്റ്സ്. ക്യാപിറ്റൽ റവന്യൂ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. അതിവിടെയും റെലവെന്റ് ആണ്. ദി കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ റവന്യൂ നോട്ട് ഡിഫൈൻഡ് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റവന്യൂ എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് പഠിച്ചത് അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ക്യാപിറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? An expenditure the benefit of which is spread over a long period of time, it is called a capital expenditure. And if the benefit is for a short period of time, it is called a revenue expenditure. Okay, അക്കൗണ്ടിങ്ങിൽ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ് ക്യാപിറ്റൽ റവന്യൂവിന് ടാക്സേഷനും പറഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം only revenue incomes are taxable, capital receipts are not taxable എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ റവന്യൂ ഇൻകംസ് are taxable, capital receipts are not taxable. ഇവിടെ സെയിൽ ഓഫ് അസറ്റിന്റെ സെയിൽ പ്രൊസീഡ്സ് മുഴുവൻ ടാക്സബിൾ അല്ല. ഇഫ് ദർ ഇസ് ഗെയിൻ ഓർ പ്രോഫിറ്റ് ഇറ്റ് ഈസ് ടാക്സബിൾ. ഫോർ സെയിൽ ഓഫ് അസറ്റ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഓക്കെ, ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുകയാണെങ്കിൽ അതിന്റെ റിസീപ്റ്റ്സ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്. അപ്പൊ അത് മുഴുവൻ ടാക്സബിൾ അല്ല. ടാക്സബിൾ ആകുന്ന ഓൺലി ദ പ്രോഫിറ്റ് റവന്യൂ പാർട്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു ഐ ആം ടേക്കിംഗ് 2 minutes റെസ്റ്റ്. ഒരു 2-3 minutes റെസ്റ്റ് എടുക്കുകയാണ്. നിങ്ങൾ അതിലിടയിൽ എന്ത് ചോദിക്കാണ് ചോദിക്കുക. ഐ വിൽ ബി ബാക്ക് വിതിൻ 2-3 minutes. ഐ വാണ്ട് ടു ഡ്രിങ്ക് സം വാട്ടർ. ഓക്കെ, ഇതിനിടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.
ഓക്കെ, എന്തായാലും ചോദിക്കാണ്ട് ചോദിക്കാം. Nothing to ask. നോർത്ത് ചോദിക്കാനില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പേജ് നമ്പർ 28, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്. So the first step in determining the income of an assessee is to decide his status, simply status അല്ലെങ്കിൽ residential status. And the tax liability of a person is determined on the basis of his residence in India during the previous year. മനസ്സിലാക്കുക, ആ പേജ് നമ്പർ 29 ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആ കാര്യം നോക്കുക, അത് അണ്ടർലൈൻ ചെയ്യുക. The tax liability of a person is determined on the basis of his residence in India in the previous year. The status of an assessee may not necessarily be the same in each year. He may be resident in 1 year and non-resident in the next. Therefore, clear identification of status is necessary. And it is important to note that the status of an assessee will be the same for all source of income. See, status എന്ന് പറയുന്നത് it depends upon the stay of assessee in India during the previous year. The tax liability is determined on the basis of his residence in India in the previous year. Previous year ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്. And tax liability of an assessee may not be same for all years. It may change from year to year. ഒരു അസസ്സിയുടെ സ്റ്റാറ്റസ് എപ്പോഴും ഒന്ന് തന്നെ ആകണമെന്നില്ല. ഒരു വർഷം റെസിഡന്റ് ആണെങ്കിൽ അടുത്ത വർഷം നോൺ റെസിഡന്റ് ആകാം. ഇറ്റ് മേ ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഹസ് നോ കണക്ഷൻ ടു സിറ്റിസൺഷിപ്പ്, പൗരത്വം. ഇന്ത്യൻ പൗരന്മാരെല്ലാം ഇവിടെ റെസിഡന്റ് ആണ്, വിദേശികൾ നോൺ റെസിഡന്റ് ആണ് എന്നുള്ള കൺസെപ്റ്റും തെറ്റാണ്. It simply depends upon the number of days stayed in India during the year. വിദേശികൾ, ഒരു അമേരിക്കൻ പൗരൻ ഇന്ത്യയിൽ റെസിഡന്റ് ആകാം, ഒരു ഇന്ത്യക്കാരൻ നോൺ റെസിഡന്റ് ആകാം, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി ഇയർ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ദി സ്റ്റാറ്റസ് മേ ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ. ഒരു വർഷം റെസിഡന്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും അങ്ങനെ ആകണമെന്നില്ല. അടുത്ത വർഷം ഹി മേ ബിക്കം നോൺ റെസിഡന്റ്. So, a tax incidence, it is highest on residents, a little lower on non-residents, and least on non-residents. അതിനു മുമ്പ് പറയേണ്ട കാര്യം, കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പോൾ സെക്ഷൻ 5 ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 5 പറയുന്നത് the scope of total income of a person is determined by reference to his status, his residence in India in the previous year. And on the basis of residence, all entities are divided into 3 categories. 3 തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് ഉണ്ടാകുക. ഒന്ന്, persons who are resident in India. 2, persons who are NOR, not ordinarily resident in India. 3, persons who are non-resident in India. 3 തരത്തിലുള്ള സ്റ്റാറ്റസ് എന്തൊക്കെയാണ്? റെസിഡന്റ്, 2 NOR അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, 3 നോൺ റെസിഡന്റ്.
Status may be either resident or NOR or non-resident. And for the purpose of determining status, three categories of persons നമുക്ക് നാലായിട്ട് തിരിക്കാം. ഒന്ന് individuals, രണ്ട് നോൺ കമ്പനി എൻറ്റിറ്റീസ്, അവിടെ വരുന്നത് HEF, firm, other association of persons, so HEF, firm and AOP and BOI. Then companies, joint stock companies, and every other person. അപ്പോൾ നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിന്റെ റൂൾസ് അടിസ്ഥാനത്തിൽ നാല് കാറ്റഗറി തിരിക്കാം. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണ്. In the case of individuals, there are two basic conditions and two additional conditions. Page number, next page number. Individuals, next page. So an individual may have any one of the following status depending upon, okay, one resident or ordinary resident. Resident or OR, and resident means resident and OR, and NOR, non-resident. Okay. And when an individual becomes resident or OR, when he satisfies any one of the basic condition and both additional conditions. ഇത് എഴുതി വെക്കുക. When a person, when an individual becomes resident and OR, when he satisfies any one basic condition and both additional conditions, then what are the basic conditions? Number one, conditions of part one or basic conditions. One, he must be physically present in India for a period of 182 days or more during the previous year. So he must be in India for a period of 182 days or more during the relevant previous year. But assessment ഏതാണോ അതിന് relevant ആയിട്ട് previous year 182 അല്ലെങ്കിൽ അതിൽ അധികമോ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. What is the relevance of this 182 days? ഈ 182ന്റെ പ്രാധാന്യം എന്താണ്? Anybody? 6 മാസത്തിൽ കൂടുതൽ. 6 മാസം, നാല് പകുതി, ഒരു വർഷത്തിന്റെ പകുതി ദിവസങ്ങൾ. ഓക്കെ, ഒരു വർഷത്തിന്റെ പകുതി ദിവസങ്ങൾ. ഓക്കെ, ഇന്ത്യയില് ഒരു വർഷത്തിൽ പകുതിയെങ്കിലും ഉണ്ടാവുക എന്നർത്ഥം. അതല്ലെങ്കിൽ ഓർ ഇപ്പോ ഒന്ന് 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം ഓർ 60 days in India during the year and 365 days during the 4 previous years immediately preceding the relevant previous year. Our relevant assessment year 60 ദിവസങ്ങൾ ഉണ്ടായിരിക്കുക. അതുകൂടാതെ തൊട്ട് പുറകെയുള്ള 4 പ്രീവിയസ് ഇയറിൽ എല്ലാം കൂടിയിട്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവുക. അപ്പോൾ 60 + 365 എന്ന് കണക്കാക്കിയാൽ മതി. 60 during the previous year and 365 days during the 4 previous years immediately preceding the relevant previous year. അപ്പോൾ അതെങ്ങനെ വായിക്കണം? ഒന്ന്, കണ്ടീഷൻ നമ്പർ 1, stay for a period of 182 days during the previous year. Or 2, 60 days during the previous year and 365 days during the 4 previous years immediately preceding the relevant previous year. അവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഓർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ബേസിക് കണ്ടീഷന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ ബേസിക് കണ്ടീഷൻ, എക്സെപ്ഷൻ ടു ബേസിക് കണ്ടീഷൻ ഒന്ന് വായിച്ചു നോക്കുക. എക്സെപ്ഷൻ ടു ബേസിക് കണ്ടീഷൻ, ഈ പറഞ്ഞ 182 ദിവസം എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 സിറ്റുവേഷനിൽ ബേസിക് കണ്ടീഷൻ നമ്പർ 2 റിലവന്റ് അല്ല. ഒന്ന്, in the case of an individual being a citizen of India
if he leaves India during the previous year as a member of crew of Indian ship or for the purpose of employment outside India, he shall fulfill the basic condition number 2 only where he is in India for at least 182 days instead of 60 days. So basic condition number 2 ബാധകമല്ലാത്ത രണ്ട് കേസുകൾ. ഒന്ന് ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബേസിക് കണ്ടീഷൻ 2 ബാധകമല്ലാത്ത രണ്ട് സിറ്റുവേഷൻസ്. ഒന്ന് an individual being a citizen of India leaves India during the year as a member of crew of Indian ship. What is meaning of crew? Crew means കപ്പൽ ജോലി, കപ്പൽ ജോലിക്കാർ. Crew means team ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ crew of Indian ship കപ്പൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വിടുക, അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഇന്ത്യയിൽ വിടുക. So an Indian citizen leaves India during the year as crew of Indian ship or for the purpose of employment outside India. രണ്ടാമത്തെ കേസ്, an individual who is a citizen of India or a person of Indian origin and presently residing outside India comes on a visit to India during the year. ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, വിദേശത്ത് താമസിക്കുന്നയാൾ, ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ person of Indian origin and presently staying outside India comes on a visit in India during the year and he should stay for 182 days instead of 60 days. ഈ രണ്ട് കേസുകളിൽ ബേസിക് കണ്ടീഷൻ നമ്പർ 2 is not relevant എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറഞ്ഞ എക്സെപ്ഷൻസ് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ you can skip it off. It is not so much important. Okay. So basic condition number 1 and 2 പഠിക്കുക. എക്സെപ്ഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ you can skip it. It is at your risk, not at my risk. And second conditions അല്ലെങ്കിൽ additional conditions, section 6(6)(a). രണ്ട് ബേസിക് കണ്ടീഷൻ അതുപോലെ തന്നെ രണ്ട് അഡീഷണൽ കണ്ടീഷൻസ്. എന്താണ് അഡീഷണൽ കണ്ടീഷൻ പറയുന്നത്? നമ്പർ 1, he has been a resident in India at least 2 out of 10 previous years and he has been, number 2, he has been in India for a period of 730 days or more during the 7 years preceding the previous year. For രണ്ട് additional condition. Additional condition number 1, resident in India in at least 2 previous years out of 10 previous years by fulfilling any one of the basic condition. And number 2, stay for a period of 730 days or more during the 7 previous years preceding the relevant previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പിലുള്ള 7 വർഷത്തിൽ അതിൽ ചുരുങ്ങിയത് 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവുക. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 10 പ്രീവിയസ് ഇയറിൽ 2 പ്രീവിയസ് ഇയറിലെങ്കിലും ഇന്ത്യയിൽ റെസിഡന്റ് ആവുക. ആൻഡ് വൺ ബിക്കംസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻസ്. എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ റെസിഡന്റ് ആവുന്നത്? when he satisfies any one of the basic condition. അങ്ങനെ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവുക ഔട്ട് ഓഫ് ദി 10 preceding previous years. ഇതാണ് അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ 2 ബേസിക് കണ്ടീഷൻ, 2 അഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ നമ്പർ 1, stay for a period of 182 days during the previous year or 60 days plus 365 days. അതാണ് 2 ബേസിക് കണ്ടീഷൻ. Then 2 additional conditions. Number 1, resident in 2 out of 10 previous years. Number 2, stay for a period of 730 days or more during the 7 previous years. Okay. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ how to decide status. For 3 status. Number 1, resident and OR. A person becomes a resident and OR if he satisfies any one of the basic condition and both additional conditions. So any one basic condition plus both additional conditions, his status is resident and OR. Number 2, resident but NOR. Resident ആണ് പക്ഷേങ്കിൽ NOR ആണ്. അതിന്റെ condition, he satisfies any one basic condition but does not satisfy both additional conditions. Okay, then non-resident, very simple, he does not satisfy any one of the basic conditions. പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞ രൂപത്തിൽ എഴുതിയാലും മതി. ഈ 4 കണ്ടീഷൻ പഠിക്കുക, 2 basic conditions and 2 additional conditions. How to decide status on the basis of these conditions? Number 1, അത് വേണമെങ്കിൽ എഴുതിക്കോളൂ, resident and OR.
എന്താണ് എഴുതുക? സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹിസ് സ്റ്റാറ്റസ് ഈസ് റെസിഡന്റ് ആൻഡ് ordinarily resident. Number 2, NOR. That means residents but not ordinarily resident. എന്താണ്? Satisfies any one of the basic condition but does not satisfy both additional conditions. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ രണ്ട് ബേസിക് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക. So if he satisfies one basic condition and only one additional condition, his status is resident but NOR. And if he satisfies one basic condition and both the additional conditions, his status is resident but resident and OR. And if the person does not satisfy any one of the basic condition, his status is non-resident. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. Anybody have any doubt? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? Only 8 participants here. ആർക്കെങ്കിലും സംശയമുണ്ടോ? നോ ഡൗട്ട്. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ ഉണ്ട് അവിടെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അതിൽ പഴയ ഡേറ്റ് ആണ്. അത് ഞാൻ പറയുന്ന രീതിയിൽ ഡേറ്റ് മാറ്റുക, എന്നിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പറയുന്ന രീതിയിൽ മാറ്റുക. മിസ്റ്റർ എക്സ്, സിറ്റിസൺ ഓഫ് ജർമ്മനി, ഹാസ് ബീൻ സ്റ്റേയിങ് ഇൻ ഇന്ത്യ സിൻസ് 1984. അത് മാറ്റണമെന്നല്ല. ഹി ലീവ്സ് ഇന്ത്യ ഓൺ 16/7/2007 പകരം 16/7/2020 ആക്കുക. 16/7/2020 ഓൺ എ വിസിറ്റ് ടു USA ആൻഡ് റിട്ടേൺസ് ഓൺ 4/1/2021 ആക്കുക. Determine his status for the previous 2020-21 ആക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു എക്സാമിൻ വെദർ ഹി സാറ്റിസ്ഫൈസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. ഇവിടെ ഞാൻ പറഞ്ഞ ഡേറ്റ് ഓർക്കുക, 16/7/2007 പകരം 16/7/2020 ആക്കുക. പിന്നീട് റിട്ടേൺസ് ഓൺ 4/1/2021 ആക്കുക. ഡിറ്റർമൈൻ സ്റ്റാറ്റസ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എക്സാമിൻ വെദർ ദ പേഴ്സൺ സാറ്റിസ്ഫൈസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. വാട്ട് ഈസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ? സ്റ്റേ ഫോർ എ പീരീഡ് ഓഫ് 182 days. അല്ലേ? സ്റ്റേ ഫോർ എ പീരീഡ് ഓഫ് 182 days. അപ്പൊ അതിന്റെ പീരീഡ് ഓഫ് സ്റ്റേ നോക്കുക. അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇന്ത്യ വിടുന്ന എപ്പോഴാണ്? 16/7/2020 അപ്പോൾ സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1/4/2020 മുതൽ 16/7/2020 വരെ. എത്ര ദിവസം നോക്കുക? 1/4/2020 മുതൽ 16/7/2020 വരെ. ഇപ്പൊ ഏപ്രിൽ മുഴുവനായിട്ടുണ്ട്, 30 ദിവസമുണ്ട്. മെയ് മുഴുവനുണ്ട്, 30 ദിവസമുണ്ട്. ജൂൺ 30 ദിവസമുണ്ട്. ജൂലൈയിൽ 16 ദിവസം വരെ മാത്രം, ഇന്ത്യ വിടുന്ന ദിവസം വരെ മാത്രം. പിന്നെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പൊ തിരിച്ചു വരുന്നപ്പോഴാണ് 4/1/2008 ജനുവരി 4/1/2021. അപ്പോൾ ജനുവരി 4 മുതൽ മാർച്ച് 30 വരെ കൗണ്ട് ചെയ്യുക. അപ്പൊ ജനുവരിയിൽ 4 മുതൽ ഇപ്പൊ 3 ദിവസം ഒഴിവാക്കുക, 28 ദിവസം ഉണ്ടാവും. ഫെബ്രുവരി 28 ദിവസം ഉണ്ടാവും. മാർച്ചിൽ 30 ദിവസം. എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 194 days ഉണ്ട്. അപ്പോൾ ഹി സാറ്റിസ്ഫൈസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, ദെയർഫോർ ഹി ഈസ് റെസിഡന്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആയി. അദ്ദേഹം റെസിഡന്റ് OR ആണെന്ന് പരിശോധിക്കണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ കൂടെ പരിശോധിക്കണം. ഇവിടെ ഇദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എപ്പോഴും മുതൽ
1984 മുതൽ ഇതിലുണ്ട്. 1984 എന്നുള്ള നമുക്ക് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് 2000 ആണ്, 2004 മുതലോ എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. 20 വർഷം മാറ്റിയാലും കുഴപ്പമില്ല. അത് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ളത് കൊണ്ട് തന്നെ ഹി സാറ്റിസ്ഫൈസ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്. സോ ഇതിങ്ങനെ എഴുതിയാലും മതി. സിൻസ് ഹീസ് ഇൻ ഇന്ത്യ സിൻസ് 2004 he satisfies both additional conditions. Therefore, he is resident and ordinarily resident. ആ രീതിയിലാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് നോക്കുക. അത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ രണ്ടാമത്തേക്ക് പോവുക. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ he is resident. പിന്നീട് റെസിഡൻറ്റ് ആൻഡ് ഓ ഓർ ആണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ വെദർ he satisfies both additional conditions. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റസ് റെസിഡന്റ് ആൻഡ് ഓവർ. അപ്പൊ ഇവിടെ റെസിഡന്റ് ആൻഡ് ഓവർ ആണ്. ഓക്കെ, ഇനി അതിൽ ബി നോക്കുക. NOR നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദി ടു കണ്ടീഷൻസ് ഓഫ് പാർട്ട് 1 or basic conditions but does not satisfy both additional conditions or fulfills only one of the two additional conditions of part 2, he is said to be resident but NOR. അത് ഇങ്ങനെ മാത്രം എഴുതിയാലും മതി. നിങ്ങൾ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. അങ്ങനെ മതി. സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് അഡീഷൻസ്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, രണ്ട് അഡീഷണൽ കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ കൊടുക്കുക. അവിടെ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞു നോക്കിയേ. അവിടെ ഡേറ്റ് മാറ്റുക. 2007 പകരം ടേക്ക് ഇറ്റ് ആസ് 2020. പിന്നെ 2008 പകരം 2021 ആക്കുക. സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2020. അസസ്മെന്റ് ഇയർ 2020-21 അല്ല, അസസ്മെന്റ് ഇയർ 2021-22 എന്ന് നോക്കണം. അങ്ങനെ സ്റ്റാറ്റസ് ഈസ് ആൾവേസ് ഡിറ്റർമിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് ഇയർ, നോട്ട് അസസ്മെന്റ് ഇയർ. കാരണം പ്രീവിയസ് ഇയറിലെ സ്റ്റേ ആണ് നമ്മൾ പരിഗണിക്കുക. അപ്പൊ പ്രീവിയസ് ഇയർ 2021-22 അതിന്റെ അസസ്മെന്റ് ഇയർ 2021-22 അതിന്റെ പ്രീവിയസ് ഇയർ ആണ് 2020-21. ഓക്കെ, അപ്പൊ 2020-21 സ്റ്റേ ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ക്വസ്റ്റൻ എങ്ങനെ ആയിരിക്കണം അവിടെ? ഡിറ്റർമിൻ ദി സ്റ്റാറ്റസ് ഫോർ ദി പ്രീവിയസ് ഇയർ 2020-21 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 2021-22. പരിശോധിച്ചേ നിങ്ങൾ നോക്കിക്കോളൂ. Mr. Mukesh comes to India for the first time in July 2020. അപ്പൊ ജൂലൈ 2020 ആണ് വരുന്നത്. And stayed Delhi up to 31st March 2021. അപ്പൊ ജൂലൈ 2020 ആദ്യമായിട്ട് വരുന്നത്. 31st മാർച്ച് വരെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് സ്റ്റേ നോക്കുക. ജൂലൈ 2020 മുതൽ മാർച്ച് 31, 2021 വരെ. മോർ ദാൻ 182 ഡേയ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? ജൂലൈ മുതൽ മാർച്ച് വരെ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഓക്കെ, സാറ്റിസ്ഫൈസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് ഈ പറഞ്ഞ 2020 ജൂലൈയിലാണ്. അതുകൊണ്ട് തന്നെ he does not satisfy both additional conditions. Therefore his status will be resident but NOR. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ his status is resident but NOR. Okay, then third non-resident. ഏറ്റവും സിമ്പിൾ ആണ്. നോട്ട് സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ഏത് ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ he is resident but NOR. Okay, അതിന്റെ എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ 3 നോക്കുക. So Mr. X, a student of Delhi University, leaves India for Canada for her studies on August 5th, 2020 ആയിക്കോളൂ. August 5th, 2020 എന്ന് എഴുതുക. 2020. During 2020-21, 2007-8 വരെ ഇങ്ങനെ എഴുതുക. 2020-21 he came to India on July 1st, 2020 and stayed in Delhi for a period of 1 month and again left for Canada on August 10th, 2021. 2007 2021 ആകണം. ഇവിടെ അദ്ദേഹം താമസിക്കുന്ന only for 1 month.
only for 1 month in India. Therefore, status is non-resident. For status, ഏറ്റവും എളുപ്പമായി തീരുമാനിക്കാൻ പറ്റുന്നത് നോൺ റെസിഡന്റ് ആണ്. കാരണം അറിവ് എന്താണ് 182 ദിവസത്തിൽ കുറവ് എന്ന് കണ്ടാലും മതി. അപ്പൊ ഇതാണ് സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പോ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നതിൽ ഇൻഡിവിജ്വൽസിന്റെ സ്റ്റാറ്റസ് ആണ് ഏറ്റവും പ്രധാനം. അത് കാര്യം വേണ്ടി പഠിക്കുക. പിന്നെ അടുത്തത് അടുത്ത പേജ് നമ്പർ നോക്കും. പേജ് നമ്പർ 33. നോൺ കമ്പനി എൻറ്റിറ്റീസ്. കമ്പനി അല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾ. അവിടെ വരുന്നത് HUF ഉണ്ട്, ഫേംസ് ഉണ്ട്, പിന്നെ AOP ഉണ്ട്. 3 എണ്ണത്തിന് HUF, ഫേം, പാർട്ണർഷിപ്പ് ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഇതിനെല്ലാം കോമൺ റൂൾ ആണ്. അതിൽ ഒന്നാമത്തേത് HUF, ജോയിന്റ് ഹിന്ദു ഫാമിലി, ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലി. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും ദിസ് HUF can also either resident and OR or NOR or non-resident. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ HUF-നും മാത്രമേ ഈ 3 സ്റ്റാറ്റസിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും either resident or non-resident. Okay, only individuals and HUF can have either of 3 status, that is resident and OR, NOR, non-resident. അതിൽ ഇൻഡിവിജ്വൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് HUF അവിടെ കണ്ടീഷൻസ് ഇവിടെ പറയുന്നത്, so it is based on control and management of affairs in India. So an HUF said to be resident in India if control and management of HUF business is partly or completely in India during the previous year. HUF ന്റെ അതിൽ A, an HUF is said to be OR in India in any previous year if control and management of its affairs is wholly or partly in India during the previous year. And if Karta means senior most member of the HUF, Karta, അല്ലെങ്കിൽ manager, satisfies additional conditions applicable to individuals. So an HUF becomes resident and OR if control and management of HUF business is completely or partly in India during the previous year, and the Karta or the senior most member or manager of the HUF satisfies additional conditions applicable to individuals. Adanthana conditions: 1, resident in India in 2 out of 10 previous years, and he is in India for 730 days during the 7 previous years preceding the relevant year. Okay, so control and management of HUF business in India either completely or partly during the previous year, and Karta or manager of the HUF satisfies both additional conditions applicable to individuals. Then status is resident and OR. Okay, and when HUF becomes NOR, എപ്പോഴാണ് HUF NOR ആകുന്നത്? If the control and management of HUF business is completely or partly in India during the year, but the Karta or manager does not satisfy both additional conditions applicable to individuals, then HUF is resident but NOR. So control and management മുഴുവനായിട്ടോ ഭാഗികമായിട്ട് ഇന്ത്യയിലാവുകയും, പക്ഷേ കർത്ത ഓർ മാനേജർ ഈ പറഞ്ഞ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് റെസിഡന്റ് ബട്ട് NOR. ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, പേജ് നമ്പർ 33 ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കുക. HUF is said to be not ordinary resident in India if control and management of its affairs is situated wholly or partly in India during the year,
but its manager does not satisfy additional conditions of section 66A. Okay. And non-resident, very simple. If the control and management of HUF business is completely outside India during the previous year, its status is non-resident. For HUF business inde control and management പൂർണ്ണമായി ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് it is non-resident. So it is in respect of HUF. Okay. HUF-ന് മനസ്സിലായല്ലോ. HUF-നും ഇതുപോലെ തന്നെ 3 സ്റ്റാറ്റസ് ഉണ്ടാകാം. റെസിഡന്റ് OR ആകാം, NOR ആകാം, നോൺ റെസിഡന്റ് ആകാം. എപ്പോഴാണ് റെസിഡന്റ് OR ആകുന്നത്? The control and management is completely or partly in India and the Karta satisfies both additional conditions applicable to individuals. എപ്പോഴാണ് NOR ആകുന്നത്? The control and management is completely or partly in India, but the Karta does not satisfy both additional conditions applicable to individuals. ഇനി എപ്പോഴാണ് നോൺ റെസിഡന്റ് ആവുന്നത്? The control and management is completely outside India during the previous year. Okay. So it is relating to HUF. മറ്റ് entities, firms and other association of persons. അവിടെ രണ്ട് സ്റ്റാറ്റസ്, ഈ പറഞ്ഞ HUF-നും ഇൻഡിവിജ്വൽസിനും ഒഴികെ മറ്റെല്ലാ കാറ്റഗറിക്കും either it may be resident or non-resident. So regarding to firms and AOP, അവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. So firms and AOP or BOI, it is resident in India if control and management is completely or partly in India during the previous year. And it is non-resident if the control and management is completely outside India during the year. Otherwise, resident. Firms and other AOP, resident എന്ന് പറയുന്നത് according to section 6(2), a firm or other association of persons is said to be resident in India in any previous year where during that year the control and management of its affairs is partly or wholly situated in India. The status of its partners is not material, it is immaterial. Okay. അപ്പോൾ അതിന്റെ പാർട്ട്നേഴ്സിന്റെ സ്റ്റാറ്റസ് അവിടെ പ്രസക്തമല്ല. ഈ ബിസിനസിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡന്റ് ആകുന്നു. ഇതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് നോൺ റെസിഡന്റ് ആകുന്നു. എ ഫേം ഓർ AOP is said to be non-resident if the control and management is completely outside India during the year. ഏറ്റവും എളുപ്പമാണ് പഠിക്കുന്നത്. Based on control and management only. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാവോ? നേരത്തെ മ്യൂട്ടായി പോയിരുന്നോ? ഓക്കെ. ഫേംസ് അതുപോലെ തന്നെ AOP വളരെ സിമ്പിൾ ആണ്. സിംപ്ലി ബേസ്ഡ് ഓൺ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നോൺ റെസിഡന്റ്. ഓക്കെ. ആൻഡ് ഇനി പ്രധാനമായിട്ടും ഒരെണ്ണം കൂടിയുണ്ട്, സ്റ്റാറ്റസ് ഓഫ് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത്. ഇപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അല്പം പഴയതാണ്, അത് ഞാൻ പറയുന്ന രീതിയിൽ മാറ്റി എഴുതുക. അപ്പോൾ കമ്പനികൾ ഇറ്റ് മേ ബി എയ്തർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. ഈ പറഞ്ഞത് ഞാൻ പറയുന്ന പോലെ മാറ്റി എഴുതുക. A company is said to be resident in India in any previous year if it is an Indian company. അത് ശരിയാണ്. ഓർ രണ്ടാമത്തേത് മാറ്റി എഴുതുക, ഓർ its place of effective management is in India during the previous year.
its place of effective management. Place of effective management. Bracketല് POEM, POEM, the short form of place of effective management. So, ഒരു കമ്പനി റെസിഡന്റ് ആകണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഇനി ഇന്ത്യൻ കമ്പനി അല്ല എങ്കിൽ വിദേശ കമ്പനി ആണെങ്കിൽ അതും റെസിഡന്റ് ആകാം. എങ്ങനെ? പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഒരു കമ്പനിയുടെ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്. പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് മീൻസ് ദ പ്ലേസ് വേർ meetings are held and decisions taken. So what is the meaning of place of effective management? The place where meetings are held and decisions taken. അത് ഇന്ത്യയിലാണ് എങ്കിൽ it is resident. So a company to become resident, it should be either an Indian company or its place of effective management is in India during the previous year. And if these conditions are not satisfied, it is non-resident. Okay. ഒരു കമ്പനി എപ്പോഴാണ് റെസിഡന്റ് ആവുക? either it is an Indian company or its control and management is completely, its place of effective management is in India during the previous year. And in all other cases, it is non-resident. For Indian company, അല്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യക്ക് പുറത്താവുക, അങ്ങനെയെങ്കിൽ അത് നോൺ റെസിഡന്റ് ആണ്. ഇത്രയാണ് റൂൾസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. റൂൾസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റസ് അത് ഏറ്റവും പ്രധാനം. ഇറ്റ് ഈസ് റൂൾസ് റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽസ്. പിന്നീട് അതർ എൻറ്റിറ്റീസ്, HEF, അതുപോലെ തന്നെ ഫേം, AOP, വ്യത്യസ്ത റൂളുകളുണ്ട്. പിന്നെ കമ്പനി ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി അതുപോലെ തന്നെ അതാണ് അതർ AJP, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഒരെണ്ണം ഉണ്ട് ഇവിടെ, പേജ് നമ്പർ 36. പേജ് നമ്പർ 36. എവരി അതർ പേഴ്സൺ. അപ്പൊ ഇവിടെയും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ control and management. So every other person, it is said to be resident if the control and management in the previous year is completely or partly in India during the year. And if the control and management is completely outside India, it is a non-resident. Page number 30, page number 36, point 344. Every other person, section 6.4. വായിച്ചു നോക്കുക. Resident, non-resident. So the same rules applicable to firms and AOP. Okay. So ഇത്രയാണ് റൂൾസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എത്ര പേരെ ഉള്ളു മീറ്റിംഗിൽ? ആർക്കൊന്നും ചോദിക്കാന്നില്ലേ? ഓൺലി 7 persons അല്ലേ? 6 പേരേ ഉള്ളൂ, 7 പേര് മാത്രമേ ഉള്ളൂ. ആർക്കൊരു സംശയം ഉണ്ടോ? എന്തായാലും രമ്യ ബി. ആരാണ് രമ്യ ബി? രമ്യ കേൾക്കുന്നുണ്ടോ? ജിഷ്ണുരാജ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, രമ്യ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ആൾക്കാരൊന്നും പിന്നെ നിങ്ങൾ കാണാത്ത കൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാകുന്നുണ്ടോ കേൾക്കുന്നോ ഞാൻ അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ കുറക്കുന്നുണ്ടോ? നിങ്ങൾ കുറക്കണോ? നിങ്ങൾ പറയണം. നിങ്ങളൊക്കെ എവിടെ കോഴ്സിൽ പഠിക്കുന്നവരാണോ? ഏതൊക്കെ കോളേജിൽ പഠിക്കുന്നവരാണോ? അതിന്
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മളെല്ലാം ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തേ സർ. അപ്പൊ ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണോ? ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണോ? അതെ അല്ലേ? ശരി. എവിടെ പഠിക്കുന്ന? എവിടെ പഠിക്കുന്നു? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. So ലാസ്റ്റ് പാർട്ട്, പേജ് നമ്പർ 37, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. What is the camera off ചെയ്തോളൂ കേട്ടോ. Okay. So what is the importance of this status? ഈ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നതിന് പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. The scope of total income, it is based on status. Scope of total income means what is included in the total income. ഒരു അസസ്യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അകത്ത് ഏൺ ചെയ്യുന്ന ഇൻകം ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ഇൻകം ഉണ്ടാവും. അതില് ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ഇൻകം അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് it is based on status. That means whether the income earned outside India is to be included in the taxable income of an assessee, it is based on his status. Okay. ഇന്ത്യക്ക് അകത്ത് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണം നിർബന്ധമായിട്ടും. അത് ടാക്സബിൾ ഇൻകം ആണെങ്കിൽ the income earned in India is to be included in the taxable income if it is taxable. But the income earned outside India, whether to be included in this his income or not, it depends upon his status. അതുകൊണ്ട് തന്നെ the tax incidence is highest on resident. Resident ആവുമ്പോൾ, resident or ആവുമ്പോൾ he is liable to pay tax on global income. That means income earned in India as well as outside India. But in the case of non-resident, he is liable to pay tax only on income earned in India. And in the case of NOR, he is liable to pay tax on some kind of income earned outside India. Therefore, the tax liability or tax incidence is highest on resident, a little lower on NOR, and least on non-resident. എന്ന് പറയാറുണ്ട്. For tax liability ഏറ്റവും കൂടുതലുള്ളത് റെസിഡന്റിനാണ്, ഏറ്റവും കുറവുള്ളത് നോൺ റെസിഡന്റിനാണ്, അല്പം കുറവുള്ളത് it is to NOR. Okay. Then scope of income on the basis of residence, section 5, page number 37 എടുക്കുക. So 3 categories of assessees: residents, NOR, non-residents. അതാണ് ഇവിടെ പറയുന്നത്. And what is the scope of income of resident assessees? അല്ലെങ്കിൽ റെസിഡന്റ് അസസ്സിയുടെ ഇൻകത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അത് 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. പോയിന്റ് 351 നോക്കുക. So the total income of any person resident in India, resident in the previous year, includes the following. എന്തൊക്കെയാണ് അവിടെ വരുന്നത്? Number 1, the income received or deemed to be received in India in such a year. Okay, അവിടെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. Income received or deemed to be received. Number 2, income accruing or arising or deemed to accrue or arise in India. And number 3, accrue or arise outside India during such year. ഇവിടെ റെസിഡന്റ് ആവുമ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് അകത്ത് ഏൺ ചെയ്യുന്ന ഇൻകത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഏൺ ചെയ്യുന്ന ഇൻകത്തിനും ടാക്സബിൾ ആണ്. ഇതിൽ എയും ബിയും ബോത്ത് ആർ ഇന്ത്യൻ ഇൻകംസ്. അതിൽ എ എന്ന് പറയുന്നത് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ആണ്. ഇന്ത്യയിൽ റിസീവ് ചെയ്തത് അല്ലെങ്കിൽ റിസീവ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ്. ആക്ച്വൽ റിസിപ്റ്റ് ഇന്ത്യയിൽ ആവുക അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുക.
നമ്പർ ബി എന്ന് പറയുന്നത് അക്രൂസ് ഓർ അറൈസസ്, അല്ലെങ്കിൽ ഡീം ടു അക്രൂ ഓർ അറൈസ്. അക്രൂ ഓർ അറൈസ് മീൻസ് ആക്ച്വലി നോട്ട് റിസീവ്ഡ് ബട്ട് he is having the right to receive. ആക്ച്വലി റിസീവ് ചെയ്തതല്ല, അദ്ദേഹത്തിന് അത് റിസീവ് ചെയ്യാനുള്ള അധികാരം ലഭിക്കുക. ഇതാണ് അക്രൂ ഓർ അറൈസ് ടു ഇന്ത്യ. ആൻഡ് തേർഡ് വൺ, അക്രൂ ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ, വിദേശത്ത് ലഭിക്കുന്ന ഇൻകം. ഒരു റെസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ വിദേശത്തും ലഭിക്കുന്ന എല്ലാ വരുമാനത്തിനും ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് the tax incidence is highest on resident എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് 352, the scope of total income of NOR അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ്. അവിടെ 1ഉം 2ഉം സെയിം പോയിന്റ് ആണ്, എയും ബിയും സെയിം പോയിന്റ് ആണ്. സെയിം പോയിന്റ് അപ്ലിക്കബിൾ ടു റെസിഡന്റ് ആൾസോ. മൂന്നാമത്തെ പോയിന്റ് ഇവിടെ ഒന്നാമത് പറയുന്നത് അക്രൂസ് ഓർ അറൈസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാ തരത്തിലും വിദേശ ഇൻകം പറയുന്നുണ്ട്. ഇവിടെ NOR ആകുമ്പോൾ ഇവിടെ ചെറിയൊരു ഭേദഗതിയുണ്ട്. അക്രൂസ് ഓർ അറൈസസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ such year and is derived from business controlled in India or a profession set up in India. എല്ലാ തരത്തിലുള്ള വിദേശ ഇൻകത്തിനും ടാക്സ് കൊടുക്കേണ്ട ബാധ്യതയില്ല. എങ്ങനെയുള്ള വിദേശ ഇൻകത്തിനാണ് കൊടുക്കേണ്ടത്? അക്രൂയിങ് ഓർ അറൈസ് ടു ഹിം ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയർ and derived from business controlled from India or profession set up in India. അങ്ങനെ വിദേശത്ത് ലഭിക്കുന്ന വരുമാനം എങ്ങനെയുള്ളതായിരിക്കണം? derived from business controlled from India, ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ a profession set up in India. Okay, so this is the scope of total income of NOR. And lastly, the scope of total income of non-resident. And non-resident is liable to tax only for Indian incomes. അതായത് നമ്മൾ ഈ പറഞ്ഞതിൽ എയും ബിയും മാത്രം, വിദേശത്ത് ലഭിക്കുന്ന ഇൻകത്തിന് നോൺ റെസിഡന്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം? ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റെസിഡന്റ് ആകുമ്പോൾ മുഴുവൻ ഇൻകത്തിനും, ദാറ്റ് മീൻസ് ഇന്ത്യൻ ഇൻകം പ്ലസ് ഫോറിൻ ഇൻകം. അതിൽ എയും ബിയും ഇന്ത്യൻ ഇൻകം ആണ്, സി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇൻകം ആണ്. എന്താണ്? ഫോറിൻ ഇൻകം ആണ്. NOR ആകുമ്പോൾ on all categories of Indian income, എയും ബിയും. പിന്നെ വിദേശ ഇൻകം ഉണ്ട്, ഏതാണ്? ഫോറിൻ ഇൻകം accruing outside India from a business controlled from India or profession set up in India. Non-resident ആകുമ്പോൾ only for Indian income. ഓക്കെ, അതിൽ എന്തെങ്കിലും സംശയം ചോദിക്കുക. ഈ 3 കാറ്റഗറി സംശയം ചോദിക്കുക. ഇവിടെ ഈ 3 കാറ്റഗറീസ് ഓഫ് ഇൻകം ഏതാണ്? കാറ്റഗറീസ് ഓഫ് ഇൻകത്തിന്റെ ഒരു മീനിങ് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. കൈൻഡ്സ് ഓഫ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അതിന്റെ മീനിങ്, അതുപോലെ തന്നെ ഇൻകം ഡീംഡ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ, അതുപോലെ ഇൻകം ഡീം ടു അക്രൂ അറൈസ് ഇന്ത്യ. അത് വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. യു സ്റ്റഡി ബൈ യുവർ സെൽഫ്. പേജ് നമ്പർ 41 ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഒരു ടേബിൾ ഫോമില് കൈൻഡ്സ് ഓഫ് ഇൻകം ഒരു 7 ഐറ്റം ഉണ്ട്. പിന്നെ 3 സ്റ്റാറ്റസ്, റെസിഡന്റ്, NOR, നോൺ റെസിഡന്റ്. അതിന്റെ ഒരു ടാക്സ് ലയബിലിറ്റി വരുന്ന ഒരു ടേബിൾ ഫോമില് അതിൽ 1, 2, 3, 4
അത് നമ്മൾ ആദ്യം പറഞ്ഞ 2 ഐറ്റത്തിന്റെ ബൈഫർക്കേഷൻ ആണ്. നമ്പർ 1, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂഡ് ഇൻ ഇന്ത്യ. Income received in India, whether accrued in India or outside India. That is income received in India. Number 2, income deemed to be received in India. Number 3, income accruing or rising in India. Number 4, income deemed to accrue or rise in India. ഇതെല്ലാം തന്നെ taxable ആണ് in all cases. That means resident, NOR and non-resident. അതുകൊണ്ടാണ് എല്ലാം yes എന്ന് കൊടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ഐറ്റം അത് ഫോറിൻ ഇൻകം ആണ്. ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതിന് ടാക്സ് ലയബിലിറ്റി വരുന്നത് ഓൺലി ഫോർ റെസിഡന്റ് ആൻഡ് NOR. ഫോർ നോൺ റെസിഡന്റ് ദിസ് ഇൻകം നോ ടാക്സ് ലയബിലിറ്റി അറൈസസ്. അതുകൊണ്ടാണ് അവിടെ നോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആറാമത്തത് പ്യുവർലി ഫോറിൻ ഇൻകം ആണത്. ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ from business controlled from outside India or profession set up outside India. That is purely foreign income. And for this kind of income, only resident is liable to pay tax. In the case of NOR and non-resident, no tax liability arises. And the eighth item, income earned and received outside India, but later or on remitted India. That is, മുൻകാലങ്ങളിൽ വിദേശത്ത് ലഭിച്ച ഇൻകം ഈ പറഞ്ഞ പ്രീവിയസ് ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. വിദേശ മലയാളികൾ അല്ലെങ്കിൽ വിദേശ ഇന്ത്യക്കാര് വിദേശത്ത് ഏൺ ചെയ്ത ഇൻകം, മുൻ വർഷങ്ങളിൽ ഏൺ ചെയ്ത ഇൻകം ഒരു പർട്ടിക്കുലർ ഇയറിൽ ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ നോ ടാക്സ് ലയബിലിറ്റി അറൈസസ്. അപ്പോൾ വിദേശ മലയാളികൾക്കുള്ള, വിദേശ ഇന്ത്യക്കാർക്കുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ അത് തന്നെയാണ്. വിദേശത്ത് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഇവിടെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി ഒരു we have 10 minutes time. അത് നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് ഇന്ന് എടുത്ത ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ചോദിച്ചിരിക്കണം. ഇല്ലേ പിന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ട് എനിക്ക് അത് കാര്യമില്ല. ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ഇറ്റ് ഈസ് ടൈം ഫോർ ഇന്ററാക്ഷൻ. യു കൻ ആസ്ക് എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ടുഡേസ് ക്ലാസ്. ഒരു കാര്യം കൂടി പറയട്ടെ. അതിൽ പേജ് നമ്പർ 44 ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട് അടുത്ത്. അതും കൂടെ പറയാം. ഒരു 5 മിനിറ്റ് മതി. ലിസൺ, പേജ് നമ്പർ 44, യൂണിറ്റ് 4, exempted incomes under section 10. So exempted incomes means incomes for which no tax is payable and not to be included in the total income. So tax കൊടുക്കേണ്ടാത്ത ഇൻകം ആണ് exempted income. അതുകൊണ്ട് തന്നെ അത് ടോട്ടൽ ഇൻകത്തിന്റെ ഭാഗമാകുന്നില്ല. സെക്ഷൻ 10 എന്നുള്ള സെക്ഷൻ 10ലാണ് ഈ ഇൻകംസ് വരുന്നത്. ഓക്കെ. സെക്ഷൻ 10 ഡീൽസ് വിത്ത് എക്സംപ്റ്റഡ് ഇൻകംസ്. അതില് ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകംസ് മീനിങ് പറയുന്നത് അടുത്ത പേജില്, പേജ് നമ്പർ 45-ല്. മീനിങ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം: ഇൻകംസ് വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് no tax is payable on such incomes. ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകംസ് ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട് അവിടെ. അതിൽ കുറെ എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10. അതില് അഗ്രികൾച്ചർ ഇൻകം, സംസ് ഓർ റിസീവ്ഡ് ഫ്രം HEF, ട്രാവൽ കൺസെഷൻ, അതൊക്കെ അത് നിങ്ങൾ എല്ലാം അടിക്കണമെങ്കിൽ മറ്റ് ഈ പറഞ്ഞ ഹെഡ്സ് ഓഫ് ഇൻകംസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 10, 15 അല്ലെങ്കിൽ 20 എണ്ണമെങ്കിലും ലിസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. എക്സാമിനേഷൻ ചോദിക്കാം, ഗിവ് എ ലിസ്റ്റ് ഓഫ് any 10 or 20 items exempted from tax. ഈ പറഞ്ഞ ലിസ്റ്റ്. ആദ്യം അതിൽ നിങ്ങൾ പറയേണ്ട ഐറ്റം തീർച്ചയായിട്ടും അത് it should be agricultural income. The best example for exempted income is agriculture income. ഒന്നാമത്തെ ഐറ്റം എപ്പോഴും അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കണം. പിന്നീട് കുറെ ഐറ്റംസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട്. മോർ ദാൻ 100 ഐറ്റംസ്. അത് 20 പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന ചില ഐറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് സാലറി, ഡെത്ത് കം റിട്ടയർമെന്റ്, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, എൻഗേജ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്,
return on compensation, item number 6, 7, 8 onwards. ഓരോ ഹെഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ you can give you can write a good answer for this question. That is, what are the exempted incomes? അതുകൂടി ഒന്ന് നോക്കുക. അതുപോലെ പേജ് നമ്പർ 49 certain exempt incomes in the hands of individuals. അത് വളരെ പ്രസക്തമായ ക്വസ്റ്റൻ ആണ്. ഇൻഡിവിജ്വൽസിന്റെ കേസിൽ എക്സംപ്റ്റഡ് ആയ ഇൻകം എക്സാമിനേഷൻ ആ രീതിയിലാണ് ചോദിക്കുക. അതിൽ വരുന്നതാണ് അഗ്രികൾച്ചർ ഇൻകം, സംസ് റിസീവ്ഡ് ഫ്രം HEF. പേജ് നമ്പർ 49 നോക്കുക. അതാണല്ലോ പഠിക്കേണ്ടത്. അഗ്രികൾച്ചർ ഇൻകം, സം റിസീവ്ഡ് ഫ്രം HEF മെമ്പർമാർക്ക് ലഭിക്കുന്ന ചില വരുമാനങ്ങൾ, HEF ൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ. പിന്നെ ട്രാവൽ കൺസെഷൻ, അത് സാലറിയിൽ വരുന്നതാണ്. പിന്നെ അലവൻസ് ഫോർ ഹൈ ഫോറിൻ അലവൻസസ്, അത് സാലറി വരുന്നതാണ്. ഗ്രാറ്റുവിറ്റി സാലറി ആണ്. ഓക്കെ, ആ ഒരു ഐറ്റംസ് പഠിച്ചു വെച്ചിരിക്കണം. ഈ പറഞ്ഞ ഇതാണ് പേജ് നമ്പർ 49 ഇൻകംസ് എക്സംപ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഓക്കെ, now only 5 minutes left. നിങ്ങൾക്ക് സംശയത്തെ കൂടെ ചോദിക്കാം, നല്ല സമയമാണത്. ഇവിടെയുള്ള പാർട്ടിസിപ്പൻസ് ഇവിടെ അൻഷൽ, ആരാണ് അൻഷൽ? അഞ്ചൽ, ഓപ്പൺ ദ ക്യാമറ, ആൻസർ സംതിങ്. അഞ്ചൽ? അഞ്ജലിയാണ് ലാസ്റ്റ്. ഐ മിസ് ആയതാ, സോറി സർ. അഞ്ജലി കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ആ സർ, ചിലത് ഞാൻ നോട്ട് ചെയ്യുന്നു. ആൾറെഡി പഠിച്ചതായിരിക്കും അല്ലേ? ഓ, ആൾറെഡി പഠിച്ചതാണോ? ആൾറെഡി പഠിക്കുന്നല്ലേ? എവിടെയാ പഠിക്കുന്നത്? നിർമ്മലഗിരിന്ന് എടുത്തതിനും പുത്തുപറമ്പ്. ഓക്കെ, പഠിക്കുന്നത്. പിന്നെ ഇതിന് ക്ലാസ്സിന് എവിടെയും പോകുന്നുണ്ടോ? ഇല്ല, വേറെ പോകുന്നില്ല. ഓക്കെ ഓക്കെ ശരി ശരി. അപ്പൊ പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോ ശരി ശരി. ഞാൻ പറഞ്ഞ നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് അത് പഠിക്കുക. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഇൻകം ടാക്സിന്റെ ഈ പറഞ്ഞ ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് അതിന്റെ ട്രെൻഡ് മനസ്സിലാവും. ഓക്കെ. അശ്വതി അരവിന്ദ്, ആരാണ് അശ്വതി അരവിന്ദ്? യു ഓൺ യുവർ ക്യാമറ. അശ്വതി അരവിന്ദ്, ക്യാമറ ഇല്ലേ? നിന്റെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. എവിടെയാണ് സെന്റർ, എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? നിർമ്മലഗിരി. നിർമ്മലഗിരി. ഓക്കെ ശരി. ജിഷ്ണു രാജ്. ജിഷ്ണു രാജിനെ കാണുന്നില്ലല്ലോ. വീഡിയോ ഓഫിലാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ശരി ശരി. ഒരു ഓപ്പോ A3s ആരാണ്? ഓപ്പോ A3s. മഞ്ജിമ. സർ, അവളെ സ്പീക്കർ ഓഫില്ല. അത് ഓക്കെ, കുഴപ്പമില്ല. റെഡ്മി ആരാണ്? റെഡ്മി ആളില്ല. രമ്യ അത് കണ്ടാണ്. ശരി. അപ്പൊ നിങ്ങൾക്കൊന്നും ചോദിക്കാന്നില്ലേ? എത്രയും 2 മണിക്കൂറിൽ പറഞ്ഞിട്ട്? സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? ഇപ്പൊ ടാക്സിന്റെ ഇതിന്റെ പറഞ്ഞല്ലോ, അപ്പൊ അതില് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഉണ്ടാവല്ലോ, നമ്മൾ ഇൻവെസ്റ്റിന്റെ മേലെല്ലാം വരുന്നത്. മനസ്സിലായില്ല. ഇൻവെസ്റ്റ്മെന്റ് മേലെ വരുന്നത് ATC ആണോ ചോദിക്കുന്നത്? ടാക്സ്, അതായത് ബിസിനസ്സിലല്ലാണ്ട് സാധാരണ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മേലെ ടാക്സ് പിടിക്കുന്നതെല്ലാം ഉണ്ടാവുമല്ലോ. അതിൽ നമ്മൾ ഒരു എന്താണ് ഇൻട്രസ്റ്റ് ഇൻകംസ്, ഡിവിഡൻഡ് ഇൻകം, അതൊക്കെ അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ വരും. അതില് വരുവല്ലേ? ഹെഡ് വൈസ് ഇൻകം നമ്മൾ പഠിച്ചില്ല. നമുക്ക് ഇനിയിപ്പം അടുത്ത ക്ലാസ്സുകളിൽ ഹെഡ് വൈസ് ഇൻകം ആണ് പഠിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട സാലറി, ഇൻകം ഫ്രം സാലറി, പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സ്. അതിൽ ബിസിനസ് ഇൻകം ഒഴികെ ബാക്കിയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
പക്ഷേ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പഠിക്കുന്നത് പഴയ ടെക്സ്റ്റ് വെച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങളിപ്പോ അടുത്ത ക്ലാസ്സുകളിൽ പുതിയ പ്രൊവിഷൻസ് വെച്ച് പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതിനിപ്പോ എന്താ ചെയ്യുക, നിങ്ങളൊക്കെ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ഒന്നുകിൽ അസസ്മെന്റ് 2020-21 ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇതിലിപ്പോ പഴയ കാര്യങ്ങൾ ഉള്ളത് ഓൺലൈനില് റെഫറൻസ് ഉണ്ടാവില്ല, ഓൺലൈനില് റെഫറൻസ് ആയിട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ പറഞ്ഞ മെറ്റീരിയൽ അത് പഴയതല്ലേ. അതെ അതെ അതിൽ തിയറി പാട്ടൊക്കെ കുഴപ്പമില്ല, തിയറി പാട്ടൊക്കെ അതിലുണ്ടാവും. പക്ഷെ ചിലതിൽ ചേഞ്ചസ് വരുന്നുണ്ടാവും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ചേഞ്ചസ് വരുന്നത് അപ്പോൾ പറയാം, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ആഹാ ഓക്കെ. സാർ അപ്പൊ എക്സാമിന് ഇപ്പൊ കയ്യിലുള്ള ടെക്സ്റ്റ് വൈസ് തന്നെ ആയിരിക്കുമല്ലേ ഉണ്ടാവുക? അത് നിങ്ങൾ ശരിക്കും എക്സാമിനേഷൻ ഇൻകം ടാക്സിന്റെ എക്സാമിനേഷൻ നിങ്ങൾ ലേറ്റസ്റ്റ് പ്രൊവിഷൻ ആണ് എഴുതേണ്ടത് ശരിക്കും. അങ്ങനെയാണ് റൂൾ. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന അസസ്മെന്റ് ഇയർ. നിങ്ങളിപ്പം 2020-21 അസസ്മെന്റ് ഇയറിലാണ്, 21-22 അസസ്മെന്റിലാണ് നിങ്ങൾക്ക് അതിന് അനുസരിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന്റെ പ്രൊവിഷൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇതിൽ വരുന്ന കാര്യം, ഞാനൊരു കാര്യം ചെയ്തില്ല, വരുന്ന കാര്യങ്ങൾ പിന്നെ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ചേഞ്ചസ് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പറ്റുമെങ്കിൽ ഇൻകം ടാക്സിന്റെ പുതിയ ബുക്കുകൾ ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ബികോനൊക്കെ പഠിക്കുന്നത്, അവിടെ വാങ്ങിക്കുക. അപ്പൊ നാളെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റിംഗ് ആണ്, റിസിയോ 10 ആണ്, എലിമെന്റ്സ് ഓഫ് കോസ്റ്റിംഗ്. എലിമെന്റ്സ് ഓഫ് കോസ്റ്റിംഗിൽ ഒന്നാമത്തെ ബുക്കാണ് നാളെ എടുക്കുക. അതൊക്കെ ഒന്ന് വായിച്ചു വരിക. ഓക്കെ. നൗ ഐ ആം വൈൻഡിങ് അപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ. ഓക്കെ സർ.